Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 210ാമത് തുടർച്ചയായിട്ടുള്ള ലൈവ് വെബിനാർ ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുവാണ്. ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തില് നമ്മുടെ പാട്ട് പാടുവാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹിയിലുള്ള ജെറുസലേം മർത്തോമ ഇടവക അംഗങ്ങളായ അലക്സ് ജോർജും സഹധർമ്മിണി ലാലി ജോർജിനെയുമാണ്. അവർ രണ്ടുമാണ് ഇന്ന് ഗാനം ആലപിക്കാമെന്ന് നമ്മളോട് സമ്മതിച്ചിരിക്കുന്നത്, നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം സമ്മതിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ യെരുശലേം പള്ളിയിലെ സജീവ പ്രവർത്തകരാണ്. രണ്ടുപേരും വളരെ ആക്റ്റീവാണ്. അലക്സ് അസംബ്ലി മെമ്പറായിട്ടും ഏരിയ കമ്മിറ്റി മെമ്പറുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതുമായ വ്യക്തിയാണ്. ലാലി അലക്സ് എന്ന് പറഞ്ഞ അദ്ദേഹം സേവ്യ സംഘത്തിന്റെ അവിടുത്തെ സജീവ പ്രവർത്തകയാണ്. ഇവര് രണ്ടുപേരെ പറ്റി പറയുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷം, ഇവര് വലിയ ഇന്ന് ഒളിമ്പിക്കൊക്കെ തുടങ്ങിയ സമയമായപ്പോൾ ഇവര് സ്പോർട്സിൽ വലിയ സജീവമായിട്ട് താല്പര്യമുള്ളവരാണ്. ഇവര് രണ്ടുപേരും മാരത്തോൺ ഓട്ടക്കാരാണ്. ഇവരുടെ മകനും മാരത്തോൺ ഓട്ടക്കാരനാണ്. അങ്ങനെ ഒരു മാരത്തോൺ ഓട്ടക്കാരായ ആൾക്കാരെ പരിചയപ്പെടുത്തുവാനും അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനും ഒക്കെ ഒരു അവസരം ലഭിച്ച് സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒളിമ്പിക് കാലഘട്ടത്തിൽ അവരുടെ പാട്ട് നമുക്ക് സന്തോഷകരമായിരിക്കും. ഇപ്പോൾ രണ്ടുപേരെയും പാട്ട് പാടുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 105-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, അവന്റെ പ്രവൃത്തികളെ ജാതികളിലെ അറിയിപ്പീൻ, അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ. ആമേൻ. സ്തോത്രം. നമുക്ക് പാട്ട് പാടി ആരാധിക്കാം. എൻ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലായി, തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ, തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്നു എൻ കണ്ണുകളാലെ. ആമേൻ. സ്തോത്രം. എൻ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളില. എൻ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളില. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ, തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്നൻ കണ്ണുകളാലെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. രണ്ടുപേരും നാമത്തിൽ കൂടുന്നിടത്തെല്ലാം തിരുസാന്നിധ്യം വരുമെന്നവൻ ചെന്നതല്ലയോ. രണ്ടുപേരും നാമത്തിൽ കൂടുന്നിടത്തെല്ലാം തിരുസാന്നിധ്യം വരുമെന്നവൻ ചെന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസൗന്ദര്യം തന്നെ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസൗന്ദര്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടമുഖം ദൃഷ്ടിയാൽ തകർന്നു പോകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടമുഖം ദൃഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ കൃപ കൃപയെന്നാർത്തു ചൊല്ലവേ, പർവ്വതങ്ങൾക്കാൽ കീഴെ സമഭൂമിയാകുന്നു. കൃപ കൃപ കൃപയെന്ന്
ചൊല്ലാമേ. പർവ്വതങ്ങൾ താഴ്കീഴെ സമഭൂമിയാകുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. സ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, തഞ്ചനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. സ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, തഞ്ചനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്ത്, സാന്നിധ്യം തന്നെ. സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്ത്, സാന്നിധ്യം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. എൻ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലായി. എൻ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലായി. സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. നന്ദി അലക്സ് ശാലി. വളരെയധികം സന്തോഷത്തോടെ കൈയടിച്ച് പാടിയത് വളരെ സന്തോഷകരമായിരുന്നു. നമ്മള് സാധാരണയായിട്ട് പാട്ടു പാടാൻ ക്ഷണിക്കുന്നവരെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കാനും ചുമതല ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മള് പ്രാർത്ഥിക്കാനായിട്ടുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ശ്രീമതി ലാലി അലക്സിനെയാണ്. ലാലി അലക്സിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പള്ളിയിലെ സേവ്യാ സംഘത്തിന്റെ ആക്റ്റീവ് മെമ്പറും മാരത്തോൺ വനിതയും കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയുടെ അവസാന ദിവസം കർത്താവെ, അവസാന നിമിഷങ്ങളിലേക്ക് അടിയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയെ ഞങ്ങളെ നിറയ്ക്കണമേ അപ്പാ. ഞങ്ങൾക്ക് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. അങ്ങയുടെ കൃപയിലും കരുണയിലും ഞങ്ങൾ എല്ലാവരും പൊതിയണമേ അപ്പാ. പിതാവേ എന്ന് വിളിപ്പാൻ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. പലയിടങ്ങളിലായിരിക്കുന്ന അടിയങ്ങൾ കർത്താവെ ഒന്നിച്ചുകൂടി അപ്പായെ ഒന്നിച്ചു സന്തോഷത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ലൈറ്റ് ടു ലൈറ്റ് എന്ന വെബിനാർ 210ാമത്തെ ദിവസമായി നടത്തുന്ന ഈ സമയത്ത് കർത്താവെ, ഈ വെബിനാറിനെ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ, അങ്ങേ ഒന്ന് സ്തുതിച്ച് ആരാധിക്കുവാൻ, അങ്ങേ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തന്ന ഈ അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കാപ്പ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങയുടെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കണമേ, നിങ്ങളുടെ കൃപ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാപ്പ. ഈ പ്രോഗ്രാമിന് ആദ്യം മുതൽ അന്ത്യം വരെ അപ്പച്ചന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ കൃപ സാന്നിധ്യത്താൽ നിറയ്ക്കുന്ന സ്തോത്രം കർത്താവെ. ഈ പ്രോഗ്രാമെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ പ്രോഗ്രാമിനെ ചുക്കാൻ പിടിക്കുന്നതായ ഞങ്ങളുടെ സാറിനെയും കുടുംബത്തെയും ഈ എല്ലാ അങ്കിളുമാരെയും കുടുംബത്തെയും കർത്താവെ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും വിശേഷാല് ഇന്നത്തെ ഞങ്ങളുടെ കർത്താവെ ഈ പ്രോഗ്രാമിന് കർത്താവെ ഞങ്ങൾക്ക് വചനഘോഷണമായി എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസർ കോശിത്തായ സാറിനെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അപ്പ അങ്ങയുടെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കാൻ. പ്രത്യേകിച്ച് കർത്താവെ അനേക ഗാനങ്ങൾ കർത്താവെ അപ്പ ഞങ്ങൾക്കായി തരുവാൻ തക്കവണ്ണം സാറിന് കൊടുത്തിരിക്കുന്ന
തന്നിരിക്കുന്ന താലന്തുകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അനേകർക്ക് ആശ്വാസ ഗാനങ്ങൾ അങ്ങയുടെ മകനിൽ കൂടി ഞങ്ങൾക്ക് കിട്ടിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കാപ്പ, സ്തോത്രം ചെയ്ത് കർത്താവെ. ഈ അങ്കിളിനെ ഏറ്റവും കൂടുതലായി അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഇനിയും അനേകർക്ക് ആശ്വാസമായി തീരുവാൻ നിങ്ങളുടെ മകനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിച്ചാട്ട് നിങ്ങളുടെ കൃപ സാന്നിധ്യത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം യഹോവ സഹായിച്ച് ഇത്രത്തോളം എന്നെ നടത്തി എന്ന് പറയുവാൻ തക്കണം അടിയങ്ങൾക്ക് അവിടെ ഇടയാക്കി തരുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ആരെങ്കിലും ഈ സമയത്ത് കർത്താവ് ഭാരത്താല്, പ്രയാസത്താല്, വേദനയാല്, രോഗത്താൽ ഉണ്ടെങ്കിൽ അപ്പയുടെ പൊൻകരന്നിട്ട് അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കർത്താവെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്ന മേൽപ്പെട്ടക്കാർ, പട്ടക്കാർ, ശുശ്രൂഷകർ, സുവിശേഷകർ, ശമാശന്മാർ കർത്താവെ എല്ലാ മക്കളെയും വിശ്വാസ കൂട്ടത്തെ അപ്പ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ വാക്കുകളും ഞങ്ങളുടെ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ അങ്ങേക്ക് തിരുമുഖത്ത് കർത്താവെ അനുഗ്രഹമായി തീരുവാന്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി മാറുവാന് സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകളൊന്നും കടക്കിടല് കർത്താവെ. അടിയങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരുന്ന കർത്താവിനെ സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി തരുന്ന കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരുണയിൽ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞിരിക്കാതെ സ്തോത്രം. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിറച്ചിരിക്കാതെ സ്തോത്രം. എല്ലാ മഹത്വം അപ്പായി കർത്താവെ. അങ്ങയുടെ കൃപ സാന്നിധ്യത്താൽ നിറച്ചാട്ട് എല്ലാ മഹത്വം മാത്രം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്ന കൃപയോട് കേട്ട് ഉത്തരമെല്ലാം പൊന്നു പിതാവേ. ആമീൻ. താങ്ക് യു ലാലി അലക്സ്. നിങ്ങളെ രണ്ടുപേരെയും ഒരു വട്ടം കൂടെ നന്ദി അറിയിക്കുന്നു. കുടുംബമായിട്ട് ആത്മീയ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മളെ ഇന്നത്തെ പ്രോഗ്രാമിലെ ഈ ബഹുമാനപ്പെട്ട പ്രൊഫസർ കോശി തലയ്ക്കൽ സാറിനോട് ബന്ധപ്പെട്ട പലരെയും ഉൾപ്പെടുത്തുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇന്നത്തെ പ്രോഗ്രാമിൽ ഇനിയുള്ള പ്രോഗ്രാമിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന ചെങ്ങന്നൂർ, മാവേലിക്കര സ്ഥലത്തുള്ളവരാണ്. ഇന്നത്തെ ഈ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇട്ടി സാറിനെയാണ്, പ്രൊഫസർ എ വി ഇട്ടി സാറിനെ മോഡറേറ്റർ ആക്കുന്നതിന്റെ ഏറ്റവും വലിയ താല്പര്യം കോശി തലയ്ക്കൽ സാറിന്റെ കാലഘട്ടത്തിൽ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജില് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു സഹ അധ്യാപകനാണ് എന്നുള്ളത് വലിയൊരു കാര്യത്തോടുകൂടി അതിനാണ് ഞാൻ ഇന്ന് കൂടുതൽ പരിഗണന കൊടുത്തത്. ഇട്ടി സാറിനെ നേരത്തെ 2-3 ആഴ്ച മുമ്പേ ഒരു മോഡറേറ്ററായിട്ട് ക്ഷണിച്ചെങ്കിലും അന്നത്തെ സൗണ്ട് സിസ്റ്റത്തിന്റെ പോരായ്മ കൊണ്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ വിചാരിച്ചു അടുത്ത ആഴ്ച തന്നെ സാറിനെ ക്ഷണിക്കണമെന്ന്. പക്ഷെ അന്നേരം കോശി തലയ്ക്കൽ സാറിന്റെ പ്രോഗ്രാം ഉള്ളത് ഓർത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും മോഡറേറ്ററായിട്ട് കോശി തലയ്ക്കൽ സാറിന്റെ സെഷനിൽ തന്നെ ഇട്ടി സാറ് പ്രവർത്തിക്കണമെന്ന്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇട്ടി സാറിനെ ഇന്നത്തേക്ക് ക്ഷണിച്ചത്. ഇട്ടി സാറിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ്. മർത്തോമാ സഭയിലെ സഭാ നേതൃത്വത്തിൽ ലേമന് ചെയ്യാവുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് സഭാ കൗൺസിൽ അംഗം വരെ ആയിട്ട് വരികയും നമ്മുടെ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റായിട്ടൊക്കെയും പ്രവർത്തിച്ച്, പ്രത്യേകിച്ച് അഡോർ എന്ന പറഞ്ഞ പ്രസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ട് നേതൃത്വം കൊടുക്കുകയും ഒറീസയിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹം അനവധി ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. എന്നും നവീകരണ ചിന്താഗതിയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ഈ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഇട്ടി സാറിനെ ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു വിൽസൺ, താങ്ക് യു വെരി മച്ച്. പന്നിരായിട്ടുള്ള സ്നേഹിതരെ, പന്നിയ പട്ടക്കാരിൽ ചിലര് ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ഏറെ ആദരണീയരായിട്ടുള്ള വ്യക്തികൾ നമ്മളോടൊപ്പമുണ്ട്. പ്രത്യേകിച്ചും പ്രൊഫസർ കോശി തലയ്ക്കൽ. വിൽസൺ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റു പരാമർശമൊന്നും നടത്തുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു സെഷനിൽ മോഡറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ചില കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ പ്രിയ വിൽസൺ നമുക്ക് നമ്മുടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരും അത് വായിച്ച് കാണുക. അതുകൊണ്ട് ചില പരാമർശങ്ങൾ പക്ഷെ കൂടുതൽ പറയാനായിട്ട് സാധ്യമല്ല. കാരണം സാറിന്റെ സമയം ഞാൻ കവർന്നെടുക്കേണ്ടി വരും. സാറിനോടുള്ളതായ ഏറെ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. അതിനെന്നെ നിയോഗിച്ചതായിട്ടുള്ള എനിക്ക് ഒരു അവസരം ഒരുക്കി തന്നതായുള്ള പ്രിയപ്പെട്ട വിൽസനോടുള്ളതായ
ആദരവും നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം നല്ല ഗീതമെന്നാണ്. ആ മേഖലയിൽ ഏറെ വരദാനങ്ങൾ ലഭിച്ചതായ ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. എന്നാൽ സംഗീതം എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും സംഗീതത്തിന്റെ മേഖലയിൽ അല്ലെങ്കിൽ സംഗീതം രചിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഗാനങ്ങൾ ഒക്കെ രചിക്കുവാനായിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലർക്കും കഴിവില്ല, എനിക്കുള്ളതായ കഴിവില്ല. എന്നാൽ അതേ അവസരം തന്നെ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്തവരും നമ്മളുടെ ഇടയിൽ ആരും കാണുകയില്ല. അതിൻ്റെ ഒരു കാഴ്ചപ്പാട് ശബ്ദങ്ങളുടെ ഒരു പ്രത്യേക കൂട്ടിച്ചേർക്കലിലൂടെ പ്രത്യേകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് മനുഷ്യരെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതായ ഒരു കലയായിട്ടാണ് നാം സംഗീതത്തെ പലപ്പോഴും കാണാറുള്ളത്. ആ മേഖലയിൽ ഏറെ പ്രാവീണ്യമുള്ളതായ എൻ്റെ പ്രിയ സ്നേഹിതൻ കോശി തലയ്ക്കൽ സാറ് ഇന്ന് ഈ സെഷനിലെ മുഖ്യ പ്രഭാഷകനായി വന്നു ചേർന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ ചില വാക്കുകളിൽ, വിശദമായിട്ടല്ല. അദ്ദേഹം 99 വരെ, ഞാനും 99 റിട്ടയർ ചെയ്ത് 99 വരെ ബിഷമൂർ കോളേജിലെ മലയാളത്തിൽ ആദ്യം അധ്യാപകനായിട്ടും പിൽക്കാലത്ത് മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റായിട്ടും ആ ഡിപ്പാർട്ട്മെന്റ് തലവനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷെങ്കിൽ 99 ആകുമ്പോഴത്തേക്ക് അദ്ദേഹം അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നീടുള്ളതായ അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനവും സാക്ഷ്യവും എല്ലാം തന്നെ അമേരിക്കയിൽ നിന്നാണ് നിർവഹിക്കപ്പെട്ടത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഏതാണ്ട് 200-ലധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒരു ദൈവശാസ്ത്രജ്ഞൻ, വളരെ ഏറെ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രഭാഷകൻ, വേദപുസ്തക വ്യാഖ്യാതാവ്, ഗാനരചിതാവ് എന്നിങ്ങനെ ബഹുമുഖമായിട്ടുള്ള മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളതായ ഒരു ഏറെ അറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതായ ഒരു വ്യക്തിയാണ് പ്രൊഫസർ കോശി തലയ്ക്കൽ. അദ്ദേഹത്തിന് ഏറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ മലയാളികളുടെ സംഘടനയായ ഫൊക്കാന അദ്ദേഹത്തെ ഗുരു പുരസ്കാരം നൽകി. എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലും സാഹിത്യ ഉപാസകൻ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെയൊക്കെ പുരസ്കരിച്ചിട്ട് അദ്ദേഹത്തിന് ഗുരു പുരസ്കാരം നൽകി ആദരിച്ചു. ലാനയുടെ ലൂമിനറി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. CSI ദക്ഷിണ കേരള മഹായവയുടെ ഇടവകയുടെ മോശവത്സരം ശാസ്ത്രിയാർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ഗാനരചനയ്ക്കുള്ളതായ ആദ്യത്തെ എമ്മി ചെറിയാൻ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ സാഹിത്യ അക്കാദമി അവാർഡ്, ഇങ്ങനെ ഏറെ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫിലഡൽഫിയയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാംസ്കാരിക സേവനങ്ങളെ അംഗീകരിച്ചിട്ട് ഫിലഡൽഫിയ സിറ്റി കൗൺസിൽ തന്നെ അദ്ദേഹത്തിന് പ്രശംസാപത്രം നൽകി ആദരിച്ചിട്ടുണ്ട്. നോവലുകൾ, ചെറുകഥകൾ, ബാലസാഹിത്യം, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളായി അദ്ദേഹം 20ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗാനമേഖല പറഞ്ഞ ഏതാണ്ട് 200ഓളം അധികം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഒക്കെ മനസ്സിൽ തങ്ങിയിരിക്കുകയും നാം പാടി സന്തോഷിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കർത്താവിന്റെ ബലവും സംഗീതവും, എനിക്കേത് നേരത്തിലും എനിക്കേത് ഇടങ്ങളിലും നന്മയല്ലാതൊന്നും ചെയ്തില്ലാത്തവൻ നിന്നിൽ ആശ്വാസം കാണാൻ, ഇങ്ങനെ അത് പറഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഏറെ ജനമനസ്സുകളിൽ നിരന്തരം നിലനിൽക്കുകയും മൂളിപ്പാട്ടായിട്ടെങ്കിലും എല്ലാവരും പാടുകയും ചെയ്യുന്ന, പിന്നെ പ്രത്യേക അവസരങ്ങളിലും കൺവെൻഷൻ വേദികളിലും ഒക്കെ ആരാധനകളിലും ഒക്കെ ഏറെ ഉപയോഗിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പാട്ടുകളാണല്ലോ അവയെല്ലാം. അങ്ങനെ ഒരാളിനെ നമുക്കിന്ന് ഈ പ്രഭാഷണത്തിന് വേണ്ടി ലഭിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമാണ്. ഇത് ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 210ാമത് സൂം വെബിനാറാണ്. ഈ ഇന്നത്തെ പ്രഭാഷണം ഒരളവിൽ ക്രൈസ്തവ ഗാന ചക്രവാളം എന്നുള്ള ഒരു ഉപശീർഷകത്തിൽ നടക്കുന്നതായിട്ടുള്ള രണ്ടാമത്തെ പ്രഭാഷണമാണ്. ഇന്നത്തെ ഇതിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഗാനത്തിന്റെ തലക്കെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ
ആദ്യ വരികൾ തന്നെയാണ് നാം കൊടുത്തിരിക്കുന്നത്. കർത്താവിന്റെ ബലവും സംഗീതവും, കർത്താവിന്റെ ബലവും സംഗീതവും എന്നുള്ളതായ ആ ഗാനവരികൾ തന്നെയാണ് ഇന്നത്തെ പ്രഭാഷണത്തിലും ചിലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. ഏറെ ആൾക്കാരെ പങ്കെടുക്കുന്നതായിട്ടുള്ള, മാത്രമല്ല ഇവിടെ ലൈവായിട്ട് പങ്കെടുക്കുന്നില്ലാത്തവർ പോലും ഇതിന് ശേഷം ഇത് മറ്റ് അനേക വേദികൾ, പ്രത്യേകിച്ചും ഫേസ്ബുക്കിന്റെയും ഒക്കെ അനേക മാധ്യമങ്ങളിലൂടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. എല്ലാവരുടെയും പേരിൽ വളരെയേറെ ആദരവോടുകൂടെ സന്തോഷത്തോടുകൂടെ ഞാൻ പ്രൊഫസർ കോശി തലക്കലിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കുരുള ജോറച്ചനെ പോലെയുള്ളതായ വന്യരായിട്ടുള്ള ഏറെ വൈദികരും ഏറെ ആദരിക്കപ്പെടുന്ന അൽമായരും ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയിലൂടെ അല്ലെ നമ്മുടെ പങ്കാളിത്തം, സാറിന്റെ പ്രഭാഷണം നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രയോജനകരവും അനുഗ്രഹകരവും നമുക്കൊക്കെ ഏറെ നമ്മളുടെ ഒക്കെ ക്രിസ്തീയ ജീവിതത്തെ ഏറെ ബലപ്പെടുത്തുന്ന ഒരു അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സഹകരിക്കുന്നു. പ്രൊഫസർ കോശി തലക്കലിനെ മുഖ്യ പ്രഭാഷണത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഇ.ടി. സാറിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സംഗീതക്കാരുടെയും സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നവരുടെയും ഉടയവനായ ദൈവത്തിന്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ലൈറ്റ് ടു ലൈറ്റ്, ലൈറ്റൻ മാർത്തോമ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിലുള്ള 209ാമത് ഈ വെബിനാറിലേക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ ഗാനചക്രവാളത്തിന്റെ 2ാമത്തെ ദളത്തിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂരിനോടുള്ള എൻ്റെ ഹാർദമായ നന്ദി, സ്നേഹം ഞാൻ പ്രകടിപ്പിക്കട്ടെ. എനിക്ക് വളരെ സന്തോഷം തോന്നി വിൽസന്റെ വാക്കുകൾക്ക്. കാരണം മലയാളികൾ ഏറെയും തെറ്റിക്കുന്ന ഒരു പ്രയോഗമാണ് ഹാർദം എന്നുള്ള വാക്ക്. എല്ലാവർക്കും ഹാർദവമാണ്. തെറ്റാണ് ആ പ്രയോഗം എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല. ഹാർദം എന്ന് പറയുന്നതാണ് ശരി. ഞാൻ ഒരു മലയാള അധ്യാപകനായി ആദ്യമേ അങ്ങ് വേഷമെടുക്കുകയാണ്. ഹാർദം എന്ന് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ശരിയായ പദപ്രയോഗത്തിലൂടെ എന്നെ ക്ഷണിച്ച വിൽസൺ കരിമ്പന്നൂരിനോടുള്ള എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കും. ഇന്ന് ഞാൻ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ഈ നോക്കിയപ്പോൾ മോഡറേറ്ററായിട്ട് എൻ്റെ പ്രിയ സഹോദരൻ, ആത്മീയ സഹോദരൻ AV സാർ വന്നിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉടനെ എൻ്റെ സ്നേഹിതൻ ജോൺ സാമുവലിനെ കണ്ടിരിക്കുന്നു. എൻ്റെ വിദ്യാർത്ഥിയായ മോദി പത്തിയൂരിനെ കണ്ടിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നിടത്തോളം കുരുള ജോർജ് അച്ഛൻ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ഞാൻ അറിയുന്നു. സന്തോഷ് ജോർജ് എൻ്റെ സ്നേഹിതനാണ്. അതുപോലെ തന്നെ ഈപ്പൻ മാത്യൂസ് കോഴഞ്ചേരി എൻ്റെ സ്നേഹിതനാണ്. അങ്ങനെ അനേക സ്നേഹിതരുടെ മധ്യത്തിലാണ് ഇന്ന് ഞാൻ ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ സംവാദത്തിൽ ഏർപ്പെടുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ദീർഘനാളുകൾക്ക് ശേഷം പലരെയും ഈ മാധ്യമത്തിലൂടെയാണെങ്കിലും കാണുവാൻ കഴിയുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇത് എനിക്ക് വിൽസൺ തന്ന ഒരു വലിയ സമ്മാനമാണ്. വിൽസൺ അമേരിക്കയിൽ വന്നത് എന്നെ തേടിയാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോവുകയാണ്. അമേരിക്കയിൽ വന്നപ്പോഴാണ് എന്നെ വിൽസൺ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. ഏതാണ്ട് 5 ദശലക്ഷത്തിൽ ഏറെ വരുന്ന ആരാധനാ കീർത്തനങ്ങളുടെ ഒരു കണക്കാണ് ലോക സാഹിത്യത്തിലുള്ളത്. ആ അമൂല്യമായ രത്നശേഖരത്തിന്റെ ഉടമകളുടെ കൂട്ടത്തിൽ
ഏറ്റവും അവസാനത്തെ ഒരു കണ്ണിയായി നിൽക്കുവാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യകരമായ അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 6500-ൽ പരം ഗാനങ്ങൾ എഴുതിയ മെഥഡിസത്തിന്റെ മധുര ഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചാൾസ് വെസ്ലി എന്ന 8000-ലധികം ഗാനങ്ങൾ എഴുതിയ അന്ധ ഗാനരചയിതാവായ ഫാനി ജെ ക്രോസ്ബി, മനോഹരമായ 200-ലധികം ഗാനങ്ങൾ എഴുതിയ ഐസക് വാട്സ് തുടങ്ങിയ പ്രഗത്ഭന്മാരെ കുറിച്ച് ഞാൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കീർത്തനങ്ങളുടെ കഥ CSSലുള്ള ഒരു പുസ്തകമാണ്. ഏതാണ്ട് പ്രസിദ്ധമായ 60-ൽ പരം ക്രിസ്തീയ കീർത്തനങ്ങളുടെ പശ്ചാത്തല ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണത്. അതിൽ ഇവരെയൊക്കെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള 100 കണക്കിന് ഭക്ത കവികളുടെ ആ തിരക്കിനിടയിലാണ് ഏറ്റവും അവസാനം ഇങ്ങനെ എല്ലാവരെയും തല ഉയർത്തി ഒന്ന് നോക്കിക്കാണാൻ ഞാൻ ശ്രമിച്ചത്. വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഞാനൊരു പാട്ട് എഴുത്തുകാരൻ എന്ന നിലയിലാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പക്ഷേ എല്ലാവരോടും പറയാറുണ്ട്, ഇതുപോലെയുള്ള നിരവധി പ്രോഗ്രാംസ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ വർഷം തന്നെ 2-3 പരിപാടികൾ എനിക്കുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാനൊരു പാട്ടെഴുത്തുകാരനല്ല എന്നുള്ളതാണ്, മറിച്ച് ഞാനൊരു കേട്ടെഴുത്തുകാരനാണ് എന്നാണ്. കാരണം ഒരു സംഗീത ഉപകരണം പോലും വായിക്കാൻ അറിഞ്ഞുകൂടാത്ത, പല സംഗീത ഉപകരണങ്ങളുടെ പേര് പോലും അറിഞ്ഞുകൂടാത്ത ഒരു CSIക്കാരനാണെങ്കിലും സാധാരണ കൊയർ മെമ്പേഴ്സിനൊക്കെ നോട്ട്സ് വായിക്കാൻ അറിയാം, അതുപോലും അറിഞ്ഞുകൂടാത്ത ഒരു സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിരക്ഷരകുക്ഷിയായ ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പാട്ടെഴുത്തുകാരനല്ല, കേട്ടെഴുത്തുകാരനാണ് എന്ന്. കർത്താവ് പാടിത്തരുന്നു, അത് ഞാൻ കേട്ടെഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മോശയോട് ഒരിക്കൽ യഹോവയായ ദൈവം പറഞ്ഞു, ആവർത്തന പുസ്തകം 31-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഞാനൊരു പാട്ട് പറഞ്ഞു തരാം, നീ അത് എഴുതിയെടുക്കണം, അത് ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കണം, അവരത് പാടിക്കൊണ്ട് നടക്കണം എന്ന് യഹോവയായ ദൈവം പറഞ്ഞു. അപ്പൊ യഹോവയായ ദൈവം അങ്ങനെ പാട്ട് പറഞ്ഞു കൊടുത്തു, മോശ എഴുതിയെടുത്തു, ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പാട്ടെഴുത്തുകാരൻ യഹോവയായ ദൈവമാണ്. ദൈവം പറഞ്ഞു തരുന്ന പാട്ട് എഴുതിയെടുക്കാൻ മാത്രമേ മോശ മുതൽ ഇങ്ങേ അറ്റത്ത് കോശിത്തലയ്ക്കലിന് വരെ അർഹതയുള്ളൂ. ഒന്നും എഴുതാനുള്ള കഴിവ് നമുക്കാർക്കുമില്ല. ദൈവം പറഞ്ഞു തരുന്നു, അത് എഴുതുന്നു. ഞാനും എൻ്റെ ദൈവം പാടിത്തരുന്നു, എഴുതുന്നു. പാടിത്തരുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുമുണ്ടോ ഒരു ദൈവം എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. നമ്മൾ വായിക്കുമ്പോൾ സഫന്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ പറയുന്നു, സഫന്യാവിന്റെ ഭാഗത്തോടെ പറയുന്നത് ഒരു എന്താണ് പറയുന്നത്, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കുമെന്നാണ് മലയാളത്തിൽ അതിന്റെ വിവർത്തനം. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ he will rejoice over you with singing എന്നാണ്. he will rejoice over you with singing. ഗാനം ആലപിച്ചുകൊണ്ട്, പാട്ടുപാടിക്കൊണ്ട് അവൻ നിന്നിൽ ആനന്ദിക്കും എന്നാണ് ഇംഗ്ലീഷിലെ ആ പ്രയോഗം. അതുകൊണ്ട് കർത്താവ് നല്ല പാട്ടുകാരൻ കൂടിയാണ്, ദൈവം നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് പാട്ട് നമുക്ക് തരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു എന്താണ്, ഞങ്ങളുടെ സകല ഉറവുകളും നിന്നിലാവുന്നുവെന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയുന്നു എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ സംഗീതക്കാരും സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നവരും ഒരുപോലെ പറയും എന്നാണ് ആ വാക്യം പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ ഉടമയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്കതിലൊന്നും പ്രശംസിക്കാനില്ല. ഉടയവൻ തരുന്നു, അത് നാം കേട്ടെഴുതുന്നു, അത് മറ്റുള്ളവർ കേട്ട് പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്കും പറയാനുള്ളത് അതാണ്, ഞാൻ ഒരു പാട്ടെഴുത്തുകാരനല്ല, ഒരു കേട്ടെഴുത്തുകാരനാണ് എന്ന്. അതുകൊണ്ട് ഒരു കേട്ടെഴുത്തുകാരന്റെ സാക്ഷ്യം ശ്രവിക്കാൻ നിങ്ങൾ കാതോർക്കണം എന്നാണ് എൻ്റെ അപേക്ഷ.
ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. എനിക്കിന്ന് വളരെ വേഗം ഇത് അവസാനിപ്പിക്കണമെന്നുണ്ട്. കാരണം ഇപ്പോൾ മണി 11:30 ആയിരിക്കുന്നു. എനിക്ക് 1 മണിക്ക് ഒരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എൻ്റെ കാർഡിയോളജിസ്റ്റിന്റെ ആണ്, അത് പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ അതിനു മുമ്പ് വളരെ വേഗത്തിൽ ഇത് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. 1969 ഞാനൊരു പാട്ട് എഴുതി. ആ പാട്ട് കാൽവരി, കണ്ണീരലുക്കിട്ട കാൽവരി, നിന്റെ കാരിരും പാണി പഴുതിൽ ഒഴുകുന്നു, മാനവ ദുഃഖ പ്രവാഹിനി എന്ന് പറയുന്ന ഒരു ഗാനമാണ്. 1969 എഴുതിയ ഈ പാട്ടാണ് ഒരുപക്ഷെ ഞാൻ ആദ്യമായി എഴുതിയ പാട്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എഴുതുവാൻ കാരണം 1969 അന്ന് ബാംഗ്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ക്രിസാർട്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു, ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർവീസ്. ആ ക്രിസാർട്സിന്റെ ആഭിമുഖ്യത്തിൽ ഫാദർ രായൻ എന്ന് പറയുന്ന ആ വന്ധ്യ പുരോഹിതന്റെ, കത്തോലിക്ക പുരോഹിതനാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാങ്കാനം ആശ്രമത്തിൽ വെച്ചൊരു ഗാനരചന ക്യാമ്പ് നടന്നു. അന്ന് കോളേജിൽ നിന്ന് ഞാനും എൻ്റെ സുഹൃത്ത് RB വർഗീസും ഒക്കെ ആ ക്യാമ്പിൽ പങ്കെടുത്തു. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഒരു വിഷയം നിങ്ങൾ പോയി പാട്ട് എഴുതണം, ആ പാട്ടുകൾ കൊണ്ട് ഞങ്ങളെ ഏൽപ്പിക്കണം. ഏറ്റവും നല്ല പാട്ടുകൾ പിന്നീട് ഞങ്ങൾ ട്യൂൺ ചെയ്ത് ഫേബ റേഡിയോയിലൂടെ അത് പ്രകാശനം ചെയ്യുന്നതാണ്, പ്രസരിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ എഴുതിയ പാട്ടാണ് കാൽവറി, കണ്ണീരലുക്കിട്ട കാൽവറി, നിന്റെ കാരിരും പാണി പഴുതിലൊഴുകുന്നു, മാനവ ദുഃഖ പ്രവാഹിനി, ദുഃഖവാഹിനി എന്ന ഗാനം. ഞാൻ എല്ലാ പാട്ടുകളും മുഴുവൻ പാടുന്നില്ല, ആമുഖം മാത്രം പാടി അങ്ങ് പറഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണ് ആ പാട്ട് പാടുന്നത്. അത് എൻ്റെ ട്യൂണല്ല, ഇത് ക്രിസാർട്സ് കൊടുത്ത ട്യൂണാണ്. ഈ പാട്ട് ഫേബ സ്റ്റേഷനിലൂടെ പ്രസിദ്ധനായ ഗായകൻ JM രാജു നിരന്തരമായി പാടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം എനിക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടി, ഈ പാട്ട് ഈ റേഡിയോയിൽ വരുന്നുണ്ട് എന്ന്. ഞാൻ കേട്ടപ്പോൾ JM രാജു പാടുകയാണ്, പ്രസിദ്ധനായ ഗായകൻ. അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഞാൻ പറഞ്ഞു, ഞാൻ കോശിത്തലക്കലാണ്. എനിക്കറിയാം സാർ, കാൽവരിയുടെ രചയിതാവല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണെന്ന് JM രാജു പറയുകയുണ്ടായി. ആ പാട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: കാൽവരി, കണ്ണീരലുക്കിട്ട കാൽവരി, നിന്റെ കാരിരുമ്പാണി പഴുതിലൊഴുകുന്നു, മാനവ ദുഃഖ പ്രവാഹിനി, ദുഃഖവാഹിനി. കാൽവരി, കണ്ണീരലുക്കിട്ട കാൽവരി, നിന്റെ കാരിരുമ്പാണി പഴുതിലൊഴുകുന്നു, മാനവ ദുഃഖ പ്രവാഹിനി, ദുഃഖവാഹിനി. അങ്ങനെ പോകുന്നു ആ ഗാനം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണത്. കാരണം അത് ആ പാട്ടിൽ കവിതയാണ് കൂടുതലുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാവ്യാത്മകമായി കാൽവറിയെയും അതിൻ്റെ ദുഃഖപ്രവാഹിനിയെയും ഒക്കെ ആവിഷ്കരിക്കാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ആ പാട്ട് മനോഹരമായ വരികൾ കൊണ്ട് മനോഹരമായ ഒരു ഗാനമായിട്ട് ഞാൻ എപ്പോഴും അതിനെ താലോലിക്കാറുണ്ട്. 1970 ഞാൻ ആ വർഷങ്ങളുടെ കണക്കനുസരിച്ച് പോവുകയാണ്. ഇതിനിടയിലൊക്കെ താഴോട്ട് വരുമ്പോൾ പിന്നീട് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. 1970 സ്നേഹസ്വരൂപ, നിന്റെ മുമ്പിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു എന്ന് പറയുന്ന ഒരു ഗാനം ഞാൻ എഴുതി. 1970 അത് എഴുതാനുണ്ടായ ഒരു കാരണം 1970 കോളേജ് അധ്യാപകർക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് കോഴ്സ് ബാംഗ്ലൂരിൽ ക്രിസ്തുരാജ കോളേജിൽ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുകയുണ്ടായി. അയാച്ച എന്ന് പറയുന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് നടന്നത്. ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അയാച്ചെ എന്ന് പറയുന്ന ആ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഈ കൗൺസിലിംഗ് കോഴ്സ്, 1 മാസത്തെ കോഴ്സ് നടന്നത്. അന്ന് ആ കോഴ്സിലും പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി.
അവിടെ വെച്ച് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അധ്യാപകരുണ്ടായിരുന്നു, അവിടെ ക്രിസ്ത്യൻ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും അവിടുത്തെ പരിപാടി ഇങ്ങനെയായിരുന്നു. ഓരോ ദിവസവും രാവിലെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നവരാണ് ചെയ്യേണ്ടത്. അവര് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കണം എന്നുള്ളതായിരുന്നു. കേരളത്തിന്റെ ഊഴം വന്നപ്പോൾ അതിന്റെ തലേ രാത്രി അതറിഞ്ഞു, പിറ്റേ ദിവസം കേരളമാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ സ്നേഹിതൻ RB വർഗീസ് പറഞ്ഞു, കൊശിലക്ക സാർ നാളെ ഒരു പാട്ട് പാടണം, ആ പാട്ടോടുകൂടി വേണം നമ്മുടെ നാളത്തെ പ്രാർത്ഥന ആരംഭിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പാട്ട് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചൊന്നും പോയതല്ല, ഒരു പാട്ട് പോലും കൊണ്ടുപോയിട്ടില്ല, നമ്മുടെ കയ്യിൽ ഒരു പാട്ട് ഒന്നുമല്ല. അപ്പൊ പക്ഷെ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. അന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്, വേദപുസ്തകം വായിക്കുന്നയാളാണ്, ഒക്കെ ആണെങ്കിൽ പോലും ഒരു ഡെഡിക്കേഷനിലേക്ക്, ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ഞാൻ വന്നിരുന്നില്ല ആ കാലഘട്ടത്തിൽ. എങ്കിലും ഞാൻ അന്ന് രാത്രി പോയിരുന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മുറിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ നാളെ ഒരു പാട്ട് പാടണം, എനിക്കൊരു പാട്ട് വേണം എന്ന് പ്രാർത്ഥിച്ചു. വളരെ അത്ഭുതകരമാണ്. ഞാൻ പേനയും കടലാസും എടുത്തു വെച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥിച്ചത്. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പാട്ട് പാടാൻ തുടങ്ങി. ആ പാട്ടാണ് സ്നേഹസ്വരൂപ നിന്റെ മുമ്പിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു എന്ന്. അത് 1970 എഴുതിയ പാട്ടാണ്. സ്നേഹസ്വരൂപ നിന്റെ മുന്നിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു. ഇനി അങ്ങോട്ടുള്ള പാട്ടുകളുടെ എല്ലാം ട്യൂൺ എന്റേതാണ്. കാൽവറി മാത്രമേ ഉള്ളൂ ഫെബ സ്റ്റേഷന്റെ ആയിട്ട് മാറിയത്. ബാക്കി എല്ലാ ട്യൂൺസും എന്റേതാണ്. ഈ സ്നേഹസ്വരൂപ എന്ന് പറയുന്ന ഈ ട്യൂൺ കോട്ടയം മെൻസ് കോറസ് കുറെ നാൾ പാടിയ ഒരു പാട്ടാണ്. മനോഹരമായ ഒരു പാട്ടാണ്. മുട്ടുന്നവർക്കായി തുറക്കുന്ന നാഥ, മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. മുട്ടുന്നവർക്കായി തുറക്കുന്ന നാഥ, മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. യാചിക്കുന്നോർക്കരുളിടുന്ന നാഥ, യാചിച്ചിടുന്നു ഞങ്ങൾ. യാചിക്കുന്നോർക്കരുളിടുന്ന നാഥ, യാചിച്ചിടുന്നു ഞങ്ങൾ. പകരൂ സ്നേഹം, പകരൂ ജീവൻ, പകരൂ നിൻ ചൈതന്യം. പകരൂ സ്നേഹം, പകരൂ ജീവൻ, പകരൂ നിൻ ചൈതന്യം. സ്നേഹസ്വരൂപ നിന്റെ മുന്നിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു. അങ്ങനെ ആ ഗാനം അന്നവിടെ പാടി. ആദ്യത്തെ ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് പാട്ട് പാടി. പക്ഷേ ആ പാട്ടിന്റെ ഇംഗ്ലീഷ് അർത്ഥം ഞാൻ ഇംഗ്ലീഷിൽ വിവരിച്ചിട്ടാണ് ആ പാട്ട് പാടിയത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആളുകൾ അവരുടെ പ്രാർത്ഥന നടക്കുന്ന ദിവസവും ഈ പാട്ട് വീണ്ടും പാടണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ പാട്ട് പിന്നീട് അയാച്ചയുടെ സമ്മേളനങ്ങളിൽ ഞാൻ പാടിയിട്ടുണ്ട്. അടുത്ത ഗാനം 1975 ഞാൻ എഴുതിയ ഒരു പാട്ടാണ്. 1975 എഴുതിയ പാട്ട് സ്വർഗസങ്കല്പങ്ങൾ മണ്ണിൽ എഴുതിയ സത്യസ്വരൂപ കർത്താവേ എന്ന് പറഞ്ഞു. ഡൈനാമിക് ആക്ഷൻ ഗ്രൂപ്പ് പാടുന്ന വളരെ പ്രസിദ്ധമായ ഗാനങ്ങളിൽ ഒന്നാണ് ഈ സ്വർഗസങ്കല്പങ്ങൾ മണ്ണിൽ എഴുതിയ സത്യസ്വരൂപ കർത്താവേ എന്ന ഗാനം. ആ ഗാനം ഞാൻ എഴുതിയത് ഒരു നാടകത്തിന് വേണ്ടി എഴുതിയത്. ഞങ്ങൾ കോളേജിലെ അധ്യാപകരും കുടുംബസമേതം അഭിനയിച്ച ഒരു നാടകത്തിന് വേണ്ടി എഴുതിയ ഒരു ഗാനമാണ് അത്. ഈ പറഞ്ഞ പോലെ അതിന്റെ ട്യൂണും ചെട്ടികുളങ്ങര ശ്രീധരൻപിള്ള സാർ എന്ന് പറയുന്ന വലിയൊരു സംഗീത വിദ്വാൻ മനുഷ്യന്റെ സമർത്ഥനായ ഒരു അധ്യാപകനാണ് അദ്ദേഹം. വലിയ സംഗീതജ്ഞനുമാണ്. അദ്ദേഹമാണ് അതിന്റെ ട്യൂൺ നൽകിയത്. അതുകൊണ്ട് ഞാനത് മുഴുവൻ പാടുന്നില്ല. സ്വർഗസങ്കല്പങ്ങൾ നിങ്ങൾക്ക് പലർക്കും ആ പാട്ട് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൈനാമിക് ആക്ഷൻ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും തിരുവല്ല ആ ഭാഗത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് സ്വർഗസങ്കല്പങ്ങൾ. MJ ജോസഫ് അച്ഛനൊക്കെ ഈ പാട്ടിന്റെ പേരിൽ എന്നെ അഭിനന്ദിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇത്തരം പാട്ടുകൾ എഴുതിയ കോശത്തലക്കൽ സാർ എങ്ങനെയാണ് ദൈവമേ നിനക്ക് സ്തോത്രം പാടിയിടുമെന്നും നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവനെന്നും ഒക്കെ പാടിയത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ വിധത്തിൽ ഒരു തരം വിപ്ലവകരമായ പാട്ടാണിത്. സ്വർഗസങ്കല്പങ്ങൾ മണ്ണിൽ എഴുതിയ സത്യസ്വരൂപ കർത്താവെ, കാൽവറിയിലും ഗെത്സമനയിലും നീ കാട്ടിയ ജീവിതം പകർന്നു എനിക്ക് തരും. അതിനകത്ത് ഒരു 2-3 വരികൾ: ഏതൻ ഞങ്ങൾക്ക് വേണ്ട, പർദീസ ഞങ്ങൾക്ക് വേണ്ട, കുടിലിൽ കുരിശിൽ കൈപ്പണിശാലയിൽ കാട്ടിയ ജീവിതം പകർന്നു തരൂ എന്നുള്ള ആവേശകരമായ വരികൾ. അതൊക്കെ വളരെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡൈനാമിക് ആക്ഷൻ ഗ്രൂപ്പിൽ നിന്നും. ആ ഗാനം 1975 ഞാൻ എഴുതിയ പാട്ടാണ്. പിന്നീട് എൻ്റെ ആത്മീയ ഗാനങ്ങളിലേക്കുള്ള ഒരു പ്രവേശനമാണ്. അത് 1983 സംഭവിക്കുന്നത്. 83 ഞങ്ങൾ കുടുംബമായി ചിക്കൻ രോഗം പിടിച്ച് കിടപ്പായി പോയി. ഞങ്ങള് 2 ദിവസം ഭക്ഷണമില്ലാതെ ആരും വീട്ടിൽ നിന്ന് വന്നവരൊക്കെ രോഗികളായി മടങ്ങിപ്പോയി. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും വരാനില്ലാതായി, സ്നേഹിതരാരും കയറാതായി. അങ്ങനെ 2 ദിവസം ഞാനും ഭാര്യയും എൻ്റെ 2 മക്കളും, എൻ്റെ ഭാര്യയുടെ പേര് കുഞ്ഞുമോളെന്നാണ്, എൻ്റെ മക്കള് ചേസ് ആൻഡ് റേസ്, അവർ 2 പേരും കുഞ്ഞുങ്ങളാണ്, മിഡിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രായമാണ്. അവർക്കും ഇതാണ്. എൻ്റെ ഭാര്യയുടെ കാലിന്റെ മുട്ടിന് താഴെ തളർന്നു പോയതുപോലെ നടക്കാൻ വയ്യാതെ നിരങ്ങിയാണ് ബാത്റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. 2 ദിവസം ഞങ്ങൾ പട്ടിണിയായിരുന്നു. ആരും ഞങ്ങൾക്ക് ഭക്ഷണം തരാനില്ല, ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാന് എൻ്റെ മൂത്ത ഇളയമോൻ കരയാൻ തുടങ്ങി. അവന് വിശന്നിട്ട് കരയാൻ തുടങ്ങി. മൂത്തമാൻ കരയാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവനങ്ങനെ പെട്ടെന്ന് കരയുന്ന പാർട്ടിയല്ലാത്തതുകൊണ്ട് കരഞ്ഞില്ല. എല്ലാവരും കരഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. അന്ന് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക്, കമ്മിറ്റ്മെന്റിലേക്ക് വന്ന കാലമാണ്. പറഞ്ഞു ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം കൊടുത്ത് അവർ ദൈവം എന്നും ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെ രാവിലെ മുറ്റത്തൊരു സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടു. അപ്പോ ഞാന് കൊച്ചു മോനാണ്, ഇത്തിരിയെങ്കിലും നടക്കാൻ കഴിച്ചെന്ന് പറയാൻ പറഞ്ഞു. ഇപ്പൊ ആരും അകത്തോട്ട് വരണ്ട. അന്ന് ഞാന് മാവേലിക്കര അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ അവിടുന്ന് പേപ്പേഴ്സ് വല്ലതും ഒപ്പിടിക്കാൻ കൊണ്ടുവരാമെന്നാണ് അവരോട് പറഞ്ഞു. വരണ്ട, ഡാഡിക്ക് സുഖമില്ല, കിടക്കുകയാണെന്ന് പറയാൻ പറഞ്ഞു. പക്ഷേ ആരും അകത്തേക്ക് കയറി വരുന്നത് ഞങ്ങൾ മനസ്സിലാക്കി. വന്നപ്പോൾ ഞങ്ങൾക്ക് മരുന്ന് തന്നയക്കുന്ന, ഹോമിയോ മരുന്ന് തന്നയക്കുന്ന രാജു ഡോക്ടറും വൈഫുമാണ്. അദ്ദേഹം വന്ന് എൻ്റെ അടുക്കൽ ബെഡിലിരുന്നു. കുഞ്ഞുമോടെ അടുക്കൽ പോയി കൊച്ചമ്മയിരുന്നു. എന്നിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, ഭക്ഷണമൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസമായിട്ട് ഫാസ്റ്റിംഗ് ആയി, ഇതുവരെ അത് ബ്രേക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഉടനെ ഡോക്ടർ പറഞ്ഞു, എന്നാ എഴുന്നേക്ക്, നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വന്നതാണ് ഞാനെന്ന് പറഞ്ഞ് ഞങ്ങളെ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി. ഇവിടെ ഇരിക്കണ്ട, കട്ടിലിൽ ഇരിക്കണ്ട, എഴുന്നേറ്റ് നടന്നു വാ, ഡൈനിങ് ടേബിളിൽ വന്നിരിക്കാൻ പറഞ്ഞ് അവിടെ കൊണ്ടുവന്നിരുത്തി. ഞങ്ങൾക്കതെല്ലാം ഇടിയപ്പവും മുട്ടക്കറിയും എല്ലാം റോസ്റ്റ് എല്ലാം കൂടെ ഞങ്ങൾക്ക് വിളമ്പി തന്ന് ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചു പോയി. ഞാൻ അത് കഴിഞ്ഞ് പോയി കിടക്കുമ്പോൾ ഞാൻ ഓർത്തു, ഏലിയാവിന്റെ ദൈവത്തിന്റെ കഥ വേദപുസ്തകത്തിന്റെ ചരിത്രത്താളുകളിൽ മാത്രമല്ല, അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരു കഥ മാത്രമല്ല, ഇന്നും മനുഷ്യ ജീവിതത്തിൽ അത് ആ ദൈവം ജീവിക്കുന്നു എന്ന് ഞാൻ ഓർത്തുകൊണ്ട് ആത്മനിറവിൽ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാനൊരു പാട്ട് പാടി. 1983 ആ പാട്ട് എഴുതിയത്. ആ പാട്ടിന്റെ വരികൾ ഞാനത് മാരാമണ്ണ് കൊടുത്തു എങ്കിൽ പോലും മാരാമണ്ണ് അന്ന് ആ പാട്ട് എടുത്തില്ല. പക്ഷേ ഈ പാട്ട് മാരാമണ്ണിലെ കൊയറിനെ കൊണ്ട് പാടിപ്പിക്കുകയും അവര് ഈ അനുഭവങ്ങൾ അവിടെ കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പാട്ട് പാടി സർവം മറന്നിരുന്നു, ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി എന്ന് തുടങ്ങുന്ന, അങ്ങനെയാണ് എൻ്റെ ആത്മീയ ഗാനരചന ആരംഭിക്കുന്നത്. പാടി സർവം മറന്നിരുന്നു, ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി, കോടാനുകോടി ദൂതസംഘം പാടും സ്വർഗീയ പാട്ടേറ്റു പാടി, കോടാനുകോടി ദൂതസംഘം പാടും സ്വർഗീയ പാട്ടേറ്റു പാടി, പാടി സർവം മറന്നിരുന്നു, ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി. ശ്രദ്ധിക്കുക, എൻ്റെ പഴയ ഗാനങ്ങളുടെ ശൈലിയും സമീപനവും എല്ലാം പൊടുന്നനെ മാറുന്ന ഒരു ചിത്രമാണ് ഈ പാടി സർവം മറന്നിരുന്നു, ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി എന്ന ഗാനത്തിൽ നാം കാണുന്നത്.
മലർന്ന് കിടന്നുകൊണ്ട് ഞാൻ പാടി. എൻ്റെ മോനോട് പറഞ്ഞു, കൊച്ചുമോനോട് പറഞ്ഞു, ഒരു കടലാസും പേന എടുത്തു തരാൻ പറഞ്ഞു. ഞാനത് മുട്ടിന്മേൽ വെച്ച് ഈ പാട്ട് മുഴുവൻ ആ കിടന്ന കിടപ്പിൽ കൊണ്ട് കിടന്നെഴുതി. അതാണ് ആത്മീയ ഗാനരചയിതനുടെ ആദ്യത്തെ ഗാനം. പാട്ടും ട്യൂണും ഒന്നിച്ച് എൻ്റെ ദൈവം തന്നു. ഞാനത് അറിയാതെ പാടിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എഴുതിയ ഗാനമാണ് എനിക്കേതു നേരത്തിലും ഏതിടങ്ങളിലും എന്ന് പറയുന്ന പാട്ട്. എനിക്കേതു നേരത്തിലും ഏതിടങ്ങളിലും എന്ന് പറയുന്ന ഗാനം. അതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഞങ്ങളുടെ മാവേലിക്കരയിലുള്ള ഞങ്ങൾക്കൊക്കെ സ്നേഹമുള്ള ഒരു കുട്ടിയാണ് പ്രേമ എന്ന് പറയുന്ന. ഈ കഴിഞ്ഞ വർഷമുള്ള BH ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. 1984 ഫെബ്രുവരി 4 തീയതിയാണ് പ്രേമയുടെ കല്യാണം നടക്കുന്നത്. നിരണത്ത് ഇവാഞ്ചലിക്കൽ ചർച്ച് വെച്ചാണ്. അന്ന് ഞാൻ പോയി, ആ കല്യാണത്തിന് പോയി. ഒത്തിരി സ്നേഹിതന്മാരുണ്ടായിരുന്നു അവിടെ. ആ കല്യാണത്തില് ഞങ്ങളുടെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങള് ആ റോഡിൽ എങ്ങനെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ ഒരു കാറ്, അംബാസിഡർ കാറ് അതിവേഗത്തിൽ വേഗത്തിൽ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇരമ്പി വരുന്ന കണ്ട് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിയോടി. ഞാൻ ഓടി. പക്ഷേ കാറ് വന്ന് എന്നെ ഇടിച്ച് തെറിപ്പിച്ചു. ആ പള്ളി മതിലിൽ പോയി ഞാൻ ഇടിച്ചു. കാറ് പുറകെ വന്ന് ആ മതിലിൽ ഇടിച്ചു. എല്ലാവരും ഗോശിത്താലൊക്കെ സാറേന്ന് നിലവിളിച്ചു. കാരണം ഒരു കാറ് വന്ന് ഒരു മതിലിനോട് ചേർത്ത് ഒരാളെ ഇടിച്ചാൽ ആ ആളിന്റെ അവസ്ഥ എന്താവും? ഞാൻ തീർന്നു എന്നെല്ലാവരും ധരിച്ചു. പക്ഷേ ഞാൻ ആ സംഭവത്തിൽ അതിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നത് താങ്ക് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാത്ത ഒരു കൊച്ചൻ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അവന് ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലറേറ്റർ ചവിട്ടി വന്ന ആ വരവാണത്. പെട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടെ പൊക്കിയെടുത്തു. എന്താണ് എനിക്ക് സംഭവിച്ചത്? ഇത് കോണോട് കോണാണ് ഒന്ന് ഇടിച്ചു. അപ്പൊ there was a space between the wall and the car. അപ്പൊ അതിന്റെ ആ ഇടയ്ക്ക് ഞാൻ നിന്നുപോയി. അതുകൊണ്ട് എന്നെ ചതച്ചില്ല. പക്ഷേ ഇടി എന്റെ നടുവിന് കൊണ്ടു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡോക്ടർ PT വർഗീസ് അന്നുണ്ടായിരുന്നു. ഡോക്ടർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്റെ സ്നേഹിതനായിരുന്നു. അദ്ദേഹം അന്നെ പരിശോധിച്ചു. വലിയ കുഴപ്പമില്ല, ഉടനെ ഹോസ്പിറ്റലൈസ് ചെയ്തേക്കാൻ പറഞ്ഞു. PM ഹോസ്പിറ്റലിൽ മാവേലിക്കരയിലേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ വിശ്രമിക്കുന്ന സമയം അന്ന് പ്രൊഫസർ MB മന്മഥനൊക്കെ എന്റെ വീട്ടിൽ വന്നു. കാരണം അന്ന് ചെന്നിത്തല നടന്ന വലിയ RSS കോൺഗ്രസ് സംഘടനത്തിൽ, മാർക്സിസ്റ്റ് സംഘടനത്തിൽ 3-4 പേര് മരിച്ച ഒരു സംഭവത്തിന് ഒരു ശാന്തി യാത്ര നടത്തുന്ന സമയമാണ്. ഞാൻ ആ ശാന്തി യാത്രയുടെ കൺവീനറായിരുന്നു. അന്നത്തേക്ക് കായംകുളത്തുനിന്ന് ആരംഭിച്ച ശാന്തി യാത്ര അന്ന് മാവേലിക്കര ടച്ച് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ഈ കല്യാണത്തിന് പോകേണ്ടതുകൊണ്ട് ഞാൻ മന്മഥൻ സാറിനോട് അവധി ചോദിച്ചിട്ടാണ് ഈ പരിപാടിക്ക് പോയത്. അപ്പോൾ എനിക്ക് അപകടം വന്നിരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ മന്മഥൻ സാർ ഉൾപ്പെടെയുള്ളവരൊക്കെ വീട്ടിൽ വന്ന് എന്നെ സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ആ കിടന്ന കിടപ്പിൽ എനിക്കുണ്ടായ ആത്മീയ സന്തോഷത്തിൽ ഞാൻ അറിയാതെ പാടിപ്പോയ പാട്ടാണ് എനിക്കേതു നേരത്തിലും ഏതിടങ്ങളിലും അവൻ മാത്രം ആശ്രയമേ എന്നുള്ള പാട്ട്. മാർത്തോമാ സഭയോടുള്ള എൻ്റെ ഏറ്റവും ആഴമേറിയ സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഒത്തിരി കാരണങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കൺവെൻഷൻ പ്രസംഗങ്ങൾ തന്നിട്ടുള്ളത്, എന്നെ ആദരിച്ചിട്ടുള്ളത് കൺവെൻഷൻ പ്രസംഗങ്ങൾ മാത്രമല്ല, അനേക സെമിനാറുകളിൽ അനേക മേഖലകളിൽ പ്രസംഗിക്കാനുള്ള അവസരം എനിക്ക് തന്ന ഒരു സഭയാണ് എൻ്റെ സഭയെക്കാളും കൂടുതൽ മാർത്തോമാ സഭ. അതുകൊണ്ട് ഞാൻ മാർത്തോമാക്കാരനാണെന്നാണ് പലരും ധരിച്ചു വെച്ചത്. അങ്ങനെ പിന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളൊരു ബെറ്റ് വെച്ചിട്ടുണ്ട് സാറേ, സാറ് മാർത്തോമാക്കാരനാണെന്ന് ഇയാൾ പറയുന്നു, ഞാൻ പറയുന്നു അല്ല CSIക്കാരനാണെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബെറ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് രണ്ടും ശരിയാ എന്ന് പറഞ്ഞു. കാരണം ഞാൻ അംഗത്വം കൊണ്ട് CSIക്കാരനും പ്രവർത്തനം കൊണ്ട് മാർത്തോമാക്കാരനുമാണ് എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിക്കുകയുണ്ടായി. ഈ മാർത്തോമാ സഭയുടെ ക്രിസ്തീയ കീർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ ആദ്യമായി എൻ്റെ ഒരു ഗാനം ചേർത്തത് എനിക്കേതു നേരത്തിലും ഏതിടങ്ങളിലും എന്ന ഈ പാട്ടാണ്. അതുകൊണ്ട് സഭയോടുള്ള എൻ്റെ കടപ്പാട് അന്തമറ്റതാണ്. വളരെ ആഴമേറിയ കടപ്പാടാണ് എനിക്ക്. ഇന്ന് ഏതാണ്ട് 4-5 പരം ഗാനങ്ങൾ എൻ്റേത് ക്രിസ്തീയ കീർത്തനങ്ങളിൽ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങനെ എഴുതപ്പെട്ട ഒരു ഗാനമാണ് എനിക്കേതു നേരത്തിലും ഏതിടങ്ങളിലും എന്ന്. നിങ്ങൾക്കെല്ലാം ആ ഗാനം അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഗാനത്തിന്റെ ആലാപനത്തിലേക്ക് പ്രവേശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. 1984 അടുത്ത ഗാനം എഴുതിയത്. അടുത്ത ഗാനം എന്ന് എഴുതുവാനുള്ള ഒരു കാരണം,
ഞാൻ ഈ എനിക്കേത് നേരത്തിലും ഏതിടങ്ങളിലും എന്ന പാട്ട് മാരാമൺ കൺവെൻഷന് കൊടുത്തു. മാരാമൺ കൺവെൻഷൻ കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള വിവരം, അപ്പൊ ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ ഒരിടത്ത് സംഭാവന ചെയ്ത് കൊടുത്ത് അതിന്റെ വളർച്ച എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യപ്പെടുന്നത് പോലെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വിവരം കിട്ടാതെ കൊണ്ട് ഞാൻ പിന്നെ പുലാത്തീനിൽ പോയി. അവിടെ ചെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക്കിൽ ചെന്ന് ചോദിച്ചു, ഞാനിങ്ങനെ ഒരു പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, അതിന് വല്ല എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോ പി എം മാത്യു അച്ഛനാണ് എന്നോട് പറയുകയാണ്, വി എം മാത്യു അച്ഛൻ പറയുകയാണ്, സാറിന്റെ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്, പക്ഷേ അത് പിന്നെ കൊയറിൽ പാടാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് പാടാൻ നല്ല പാട്ടുകളാണെന്ന് പറഞ്ഞു. എനിക്ക് വലിയ നിരാശയായിപ്പോയി. അപ്പം മിക്കവാറും പാട്ട് എടുത്തു കാണില്ല എന്ന് ചിന്തിച്ചിട്ട് ഞാൻ പഴയ പുലാത്തീനാണ്. പഴയ പുലാത്തീനിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ ചൂള മരത്തിന്റെ ചുവട്ടിലൂടെ ഇങ്ങനെ വന്ന് അവിടെ ആ തണൽ മരത്തിൽ ഒരു 4 മണി 5 മണി ആയ സമയമാണ്. അപ്പൊ നിഴൽ വിരിച്ച നേരം ആ നിഴലിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, കൺവെൻഷന് പാടാൻ പറ്റിയ ഒരു പാട്ട് എനിക്ക് നീ തരണം, ഒരു പാട്ട് തന്നാൽ മതി, കൺവെൻഷന് പാടാൻ പറ്റിയ ഒരു പാട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അത്ഭുതകരമാണ്. പ്രാർത്ഥന എപ്പോൾ പ്രാർത്ഥിക്കുന്നു അപ്പോഴൊക്കെയും സ്വർഗം തുറന്ന് എനിക്ക് ഗാനങ്ങൾ തരാറുണ്ട്. ഞാൻ ആ പുലാത്തീനിലെ ആ ചൂളമരത്തിന്റെ ചുവടിൽ നിന്ന് അടുത്ത ചുവടുകൾ വെക്കുമ്പോഴേക്കും എൻ്റെ നാവിലൊരു പാട്ട് വന്നു. ആ പാട്ടാണ് എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾക്കാൻ എനിക്കാശ എന്ന് പറയുന്ന പാട്ട്. ആ വർഷം മാരാമൺ കൺവെൻഷന്റെ സമയം കഴിഞ്ഞുകൊണ്ട് ആരോ എന്നോട് പറഞ്ഞു, കൊട്ടാരക്കര കൺവെൻഷന് ഈ പാട്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ആ വർഷം കൊട്ടാരക്കര കൺവെൻഷനിൽ ആ പാട്ട് വന്നു. അത് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാം എന്നാണ് എൻ്റെ വിചാരം. അതിങ്ങനെയാണ്, എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾക്കാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾക്കാൻ എനിക്കാശ, എന്നേക പ്രത്യാശ, എൻ ഭാഗ്യ പ്രത്യാശ, എന്നേക പ്രത്യാശ, എൻ ഭാഗ്യ പ്രത്യാശ, എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾക്കാൻ എനിക്കാശ. അതിനുശേഷം ഞാൻ എഴുതുന്ന പാട്ട് നല്ലവനെ നൽവഴി എന്ന പാട്ടാണ്. ആ പാട്ട് എഴുതുന്നതും എൻ്റെ പശ്ചാത്തലവും രസകരമാണ്. തിരുവല്ലയിലാണ് ആ പാട്ട് ഉണ്ടാകുന്നത്. തിരുവല്ല എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഇവിടെ ബഥേലാശ്രമത്തിൽ, CSIയുടെ ബഥേലാശ്രമത്തിൽ എനിക്ക് രാവിലെ അവരുടെ അസോസിയേറ്റ് മീറ്റിംഗിൽ ഒരു ധ്യാന പ്രസംഗം നടത്തണമായിരുന്നു. അതുകൊണ്ട് രാവിലെ അവിടെ ഞാൻ ധ്യാന പ്രസംഗത്തിന് പോയി. അത് കഴിഞ്ഞ് അന്ന് ഞാൻ ഈ സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് ആലപ്പുഴയിൽ. അതുകൊണ്ട് ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു 3 മണിക്ക്. ഞാൻ നേരെ ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴയിലെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗും കഴിഞ്ഞ് രാത്രി ഞാൻ മടങ്ങി വന്നപ്പോൾ രാത്രി സന്ധ്യ കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഭയങ്കര മഴ. ഞാൻ എൻ്റെ സ്കൂട്ടർ വെച്ചിരുന്നത് കുന്നേറ തോമാച്ചായന്റെ പമ്പിലാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നു. തോമാച്ചായൻ പറഞ്ഞു, കുഞ്ഞെ നീ ഇപ്പൊ പോകണ്ട, ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എത്ര നേരം നോക്കി നിൽക്കാന്. അവസാനം ഞാൻ പറഞ്ഞു, എനിക്കൊരു പിന്നെ റെയിൻകോട്ട് ഉണ്ട്, അത് ഇട്ട് ഞാൻ അങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി വിട്ടു. വന്ന് മണിപ്പുഴ പാലത്തിന്റെ അവിടെ വന്നപ്പോ, മണിപ്പുഴ പാലത്തിന് തലയാഴ്ച അവിടെ വലിയൊരു അപകടം ഉണ്ടായി, 3-4 മരിച്ച സ്ഥലമാണ് മണിപ്പുഴ പാലം, ആ തോട്ടിൽ വീണ്. അപ്പൊ മണിപ്പുഴ പാലത്തിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര വെള്ളക്കെട്ട്, ഭയങ്കര ഒഴുക്ക്. ഈ സ്കൂട്ടറിന്റെ അരണ്ട വെളിച്ചത്തിൽ ഇതൊന്നും ശരിയായിട്ട് കാണാൻ വയ്യ. അവസാനം ഞാൻ ഈ ഭയങ്കര വെള്ളക്കെട്ടത്തിൽ ഒഴുക്കിൽ ചെന്ന് വിട്ടു. ഞാൻ തീർന്നു. ഞാൻ മണിപ്പുഴ തോട്ടിലേക്ക് ഒഴുകി പോവുകയാണ് എന്ന് തന്നെ വിചാരിച്ചു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഉറക്കെ എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചു. അത്ഭുതകരമായിട്ട് ആരോ എടുത്തു വെക്കുന്നത് പോലെ എൻ്റെ സ്കൂട്ടർ ഉണങ്ങിയ നിലത്തുകൂടെ പാലത്തിലൂടെ കയറി പോകുന്ന പോലെ എനിക്ക് മനസ്സിലായി. ഞാൻ ആ നിമിഷം ആ പാലത്തിന്റെ നടുവിലെത്തുമ്പോൾ അറിയാതെ പാടിത്തുടങ്ങിയ പാട്ടാണ് ഇത്. മണിപ്പുഴ പാലത്തിന്റെ സംഗീതമാണ് വാസ്തവത്തിൽ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. അത് നിങ്ങൾക്കെല്ലാം അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. ഒരു പാട്ട്, ഈ പാട്ട് ഒരിക്കൽ ഒരു ഡോക്ടർ കേട്ടിട്ട് പറഞ്ഞു, ഈ നല്ലവനെ നൽവഴി എന്തിനാ എഴുതുന്നത്?
നല്ലവൻ നല്ല വഴി അല്ലാതെ ചീത്ത വഴി തരുമോ എന്നൊക്കെ ചോദിച്ചു. അത് സാഹിത്യത്തെ കുറിച്ച് വലിയ ബോധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തും. അത് പോയറ്റിക്കൽ ആയിട്ടുള്ള കാവ്യാത്മകമായ പ്രയോഗമാണ്. അങ്ങനെ ആ പാട്ട് ഞാൻ എഴുതി. ആ പാട്ട് 1900 എന്നാണ് ഇത് എഴുതിയത്. നല്ലവനെ നൽവഴി 1985 മാരാമൺ കൺവെൻഷനിൽ ഈ പാട്ട് വരികയുണ്ടായി. അതിനുശേഷം ഞാൻ എഴുതിയ മറ്റൊരു പാട്ടാണ് ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും 1000 സ്തുതികൾ ഞാൻ കരയേറ്റിടും എന്ന പാട്ട്. ഈ പാട്ടുകളൊക്കെ വിശ്വാസ സമൂഹം ഏറ്റെടുത്ത പാട്ടുകളാണ് എന്നത് ഞാൻ സ്തോത്രത്തോടെ ഓർക്കുന്നു. ദൈവമേ നിനക്ക് സ്തോത്രം പാട് 1987 മാരാമൺ കൺവെൻഷനിലാണ് ആ പാട്ട് വന്നത്. ദൈവമേ നിനക്ക് സ്തോത്രം പാടുന്ന എന്ന പാട്ടിന്റെ പിന്നിൽ എൻ്റെ റീഡെഡിക്കേഷന്റെ ഓർമ്മകളും പ്രേരണയുമാണ് അതിനകത്തുള്ളത്. ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ എന്തെല്ലാം വഴികളിലൂടെയാണ് പോയത്. ഞാൻ BA കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതനാകണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ പള്ളിയിൽ അന്നിരുന്ന അച്ഛൻ പറഞ്ഞു, കുഞ്ഞുമോനെ ഈ പണിക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പണി ഉപേക്ഷിച്ചിട്ട് പിന്നെ കൊള്ളാവുന്ന പണി ഏതാണെന്ന് അന്വേഷിച്ച് ഞാൻ രാഷ്ട്രീയത്തിൽ പോയി. സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. ദീർഘവർഷങ്ങൾ അതിനകത്ത് ഇടപെട്ടു. അതിനിടയിൽ തന്നെ ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ വലിയ മിടുക്കനായിരുന്നു. അതുകൊണ്ട് 1975 അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അമച്വർ നാടക മത്സരത്തിൽ, അത് KPSC കോച്ച് സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് എനിക്ക് കിട്ടി. ഞങ്ങളുടെ കോളേജില് പ്രകൃതി നാടകവേദി എന്ന് പറഞ്ഞൊരു സമിതി അധ്യാപകരുടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി പ്രസന്റ് ചെയ്തതാണ് നാടകം. അതിലെ അഭിനയത്തിനാണ് എനിക്ക് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയത്. അപ്പൊ അതിനെ തുടർന്ന് ഒരു പ്രൊഫഷണൽ നാടകത്തിൽ ഞാൻ അഭിനയിച്ചു. ഒരു വർഷം മുഴുവൻ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ നടനായി പോയി. നമുക്കറിയാം MG സോമനും ചെങ്ങന്നൂർ പങ്കജവല്ലിയും ഒക്കെ എൻ്റെ നടീനടന്മാരായിരുന്നു. സോമന്റെ കൂടെയൊക്കെ ഒരു വർഷം മുഴുവൻ നാടകം അഭിനയിച്ച് നടന്നതാണ് ഞാൻ. അപ്പോ അങ്ങനെ ജീവിതത്തിന്റെ പല വഴികളിലൂടെ യാത്ര ചെയ്തു. ഞാൻ ഒത്തിരിയേറെ ഏതെല്ലാം പ്രസ്ഥാനങ്ങളുണ്ടോ അതിൻ്റെ അകത്തൊക്കെ ഞാൻ തലപ്പത്ത് വന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ പോയി. അതിനെ കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ദൈവം, ഞാൻ എവിടെയെല്ലാം, ഞാൻ രാഷ്ട്രീയ നേതാവായിരുന്നു പറഞ്ഞു. ഈ സദേൺ റെയിൽവേയിൽ എനിക്കൊരു കാഷ്വൽ ലേബേഴ്സ് യൂണിയൻ ഉണ്ടായിരുന്നു. തമ്പാൻ തോമസ് MP ആയിരുന്നു അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്. ഞാൻ ദക്ഷിണേന്ത്യ പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങളുടെ 70 തൊഴിലാളികളെ പിരിച്ചുവിട്ടതിന്റെ പേരിൽ നടത്തിയ ഒരു സമരത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തു. 3 വർഷം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 1-ാം പ്രതിയായി കേസ് പറയേണ്ടി വന്നു. അപ്പോ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്ന ചിത്രം, സമരത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ നടയിൽ പിക്കറ്റ് ചെയ്യുന്ന അവസ്ഥ, പട്ടിണി, വെള്ളം കുടിക്കാതെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പകലും രാത്രി മുഴുവൻ നിന്ന അവസ്ഥ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായി. എപ്പോഴൊക്കെയും ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ പിന്നാലെ അവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ പിന്നാലെ വന്ന് എൻ്റെ ആത്മാവിനെ ദാഹിച്ചല്ലോ എന്ന്. അത് ഓർത്തപ്പോൾ ഞാൻ പഠിച്ച ഫ്രാൻസിസ് തോമസിന്റെ ഒരു കവിത ഓർത്തു. ഇംഗ്ലീഷിൽ ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു കവിത ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട് BAക്ക്. അപ്പൊ ആ കവിതയിൽ ഇതാണ്, ഒരു വേട്ട ഇരയുടെ പിന്നാലെ ഒരു വേട്ട മൃഗം, പട്ടി, ഒരു വേട്ട നായ ഓടിപ്പോയി. ആ വേട്ട ഇര എവിടെയെല്ലാം പോയി, കാട്ടിലും മേട്ടിലും ഗുഹയിലും ഒക്കെ ഇരിക്കുന്നു. അതിന്റെ എല്ലാം ഇടയിൽ ചെന്ന് ഈ വേട്ടനായ അതിനെ അവസാനം പിടിച്ച് തന്റെ മാറിൽ ഒതുക്കുന്ന, വായിൽ ഒതുക്കുന്ന ചിത്രമാണല്ലോ ഈ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ആ കവിതയിലുള്ളത്, ഫ്രാൻസിസ് തോമസിന്റെ. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എൻ്റെ യേശു എൻ്റെ പിന്നാലെ, ഞാൻ പോയിടത്തെല്ലാം എൻ്റെ പിന്നാലെ വന്ന് അവസാനം അവന്റെ നാവിൽ എന്നെ പിടിച്ചൊതുക്കി എന്ന് കേട്ടപ്പോൾ, വായിച്ചപ്പോൾ, ആ ഭാഗം ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അറിയാതെ പാടിത്തുടങ്ങി. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എണ്ണാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എണ്ണാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ഈ വരികളാണ് എനിക്ക് ആദ്യമായി ആ പാട്ടിൽ കിട്ടിയത്. അത് കഴിഞ്ഞാണ് ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും,
എന്ന ആ പല്ലവിയുടെ ചരണങ്ങൾ അതിനുശേഷമാണ്. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ എണ്ണാവതെങ്ങനെ മിണ്ടാതിരുന്നിടും സ്തോത്രയാഗം എന്നും അർപ്പിച്ചിടുമെന്ന് പാടി തുടങ്ങിയ ആ പാട്ടാണ് ദൈവമേ നിനക്ക് സ്തോത്രമെന്ന്. ആയിരങ്ങൾ ഇന്ന് ഏറ്റുപാടുന്ന അനേക സാക്ഷ്യങ്ങൾ ഈ പാട്ടിന്റെ പേരിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനൊന്നും ഞാൻ എഴുതിയ പാട്ടുകൾ, ചില ഗാനരചയിതാക്കളുണ്ട്, അവർ പാട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് എങ്ങനെയുണ്ട് ചോദിക്കുക, അത് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പാട്ട് എഴുതുന്നു, ദൈവസന്നിധിയെ സമർപ്പിക്കുന്നു, അത് വിശ്വാസ സമൂഹം ഏറ്റെടുക്കുന്നു. അവർ പാടിയാലും പാടിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല, കാരണം എനിക്ക് ദൈവം തന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പിന്നാലെ പിന്നെ യാത്ര ചെയ്യാറില്ല. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പരിവർത്തനം ഉണ്ടാക്കി, ഞാൻ അതിന് സമർപ്പിച്ചു, ഇതൊന്നും എൻ്റെ ഭാഗത്തില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ പാട്ടുകൾ സമർപ്പിക്കും. വിശ്വാസ സമൂഹം അത് ഏറ്റെടുത്ത് പാടുന്നു. പാടാതിരുന്നാലും എനിക്കൊരു പരിഭവമില്ല. അത് വിശ്വാസ സമൂഹത്തിന് ഗാന കൈരളിക്കുള്ളതാണ് ആ ഗാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ എഴുതുന്നതാണ് 1989 എഴുതിയ ഗാനം, എന്നെ ശക്തനാക്കിയിടുന്നവൻ മൂലം ഞാൻ എല്ലാറ്റിനും മതിയായവൻ എന്ന ഗാനം. അതും ഇതുപോലെ എല്ലാ പാട്ടുകൾക്കും പിന്നിൽ ഒരു ദൈവികമായ പ്രേരണയുണ്ട്. ആ പ്രേരണ വെച്ചാണ് എല്ലാ പാട്ടുകളും ഞാൻ എഴുതുന്നത്. ഈ പാട്ടും അതുപോലെ എന്നെ ശക്തനാക്കിയിടുന്നവൻ മൂലം ഞാൻ എല്ലാറ്റിനും മതിയായവൻ എന്ന ആ പാട്ട് 1989 തലവടി കുന്തിരിക്കൽ പള്ളിയുടെ ഒരു ഉപസഭയുണ്ട്, കാരിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തൊരു കൺവെൻഷന് ഞാൻ പോയി. മാവേലിക്കര പ്രവർത്തിക്കുന്ന സി മിഷൻ ടീമും എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചു പോയി പാടി. അന്ന് കൺവെൻഷനൊക്കെ കഴിഞ്ഞ കൺവെൻഷന്റെ വിഷയം തന്നെ അതിനോട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പൊ രാത്രിയിൽ അവിടെ ഒരു സ്കൂളിന്റെ ഹാളിലാണ്, ഞങ്ങൾ ബെഞ്ചിലാണ് കിടന്നുറങ്ങുന്നത് ആ രാത്രിയിൽ. അന്ന് അങ്ങനെ ഇറങ്ങാൻ പോയ ഉടനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എബി, ചെന്നിത്തലയുള്ള എബിയുടെ മാനി അടുത്ത സമയത്ത് കശീശ പട്ടത്തിലേക്ക് പ്രവേശിച്ചു. എബി ഗിറ്റാർ വായിക്കുന്നയാളായിരുന്നു. അതുകൊണ്ട് എബിയുടെ ഈ ഗിറ്റാർ ഉണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് ഗിറ്റാർ എടുക്കാം, നമുക്ക് ഈ രാത്രി എന്തെങ്കിലും ഒരു പാട്ട് ദൈവം തരുമെങ്കിലും അത് പ്രാർത്ഥിച്ച് ഞങ്ങള് അന്ന് അവിടെ കിടന്നുകൊണ്ട് പാടിയതാണ് എന്നെ ശക്തനാക്കിയിടുന്നവൻ മൂലം ഞാൻ എല്ലാറ്റിനും മതിയായവൻ എന്ന പാട്ട്. 1987-89 തോന്നുന്നു മാരാമൺ കൺവെൻഷനിൽ ഈ പാട്ടും വരികയുണ്ടായി. അത് കഴിഞ്ഞ് ഞാനത് പാടുന്നില്ല, പലർക്കും അറിയാവുന്നതാണ്. 1990 മറ്റൊരു പ്രസിദ്ധമായ ഗാനം നിന്നിൽ ആശ്വാസം കാണാൻ എന്നുള്ള പാട്ട് എഴുതുന്നത്. നിന്നിൽ ആശ്വാസം എന്ന പാട്ട്, ആ പാട്ട് എഴുതാൻ ഒരു കാരണമുണ്ട്. 1988 ഞങ്ങൾ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ കുടുംബമായി തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുവാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ 2 മക്കളും ട്രിവാൻഡ്രത്ത് പഠിക്കാൻ തുടങ്ങി. മൂത്തയാള് മാറി വാനിയസിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. രണ്ടാമത്തെ ആളിന് ലോ കോളേജില് അവന് എൻട്രൻസ് എഴുതിയപ്പോൾ ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പൊ ഗവൺമെന്റ് ലോ കോളേജിൽ. അപ്പൊ രണ്ടിടത്തും അവരെയും ഹോസ്റ്റലിൽ താമസിപ്പിക്കാൻ LMS ഹോസ്റ്റലില് മുറിയൊക്കെ അന്വേഷിച്ചു, അതെല്ലാം ഫിക്സ് ചെയ്തിരുന്നു. തിരിച്ച് ഞാൻ വന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, മാവേലിക്കര വാടകയ്ക്കാണ്, മോൻ മാറിവാനിയസിൽ ഹോസ്റ്റലില്, കൊച്ചുമോന് LMS ഹോസ്റ്റലിലും ആയിക്കഴിഞ്ഞാൽ 3 വാടകൾ നമ്മൾ അന്വേഷിക്കണം, കുഞ്ഞുങ്ങളുടെ ചെലവ് അന്വേഷിക്കണം, ഇതെല്ലാം അന്വേഷിക്കണം. അതൊരു വലിയ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചപ്പോ പെട്ടെന്ന് ദൈവം പറഞ്ഞു, നീ അങ്ങ് പോ എന്ന് പറഞ്ഞു. ഞങ്ങള് മാവേലിക്കര വിടാൻ അങ്ങ് തീരുമാനിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മാവേലിക്കരയും മധ്യ തിരുവിതാംകൂറിലും സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞു നിന്ന ഒരു മനുഷ്യനാണ്. അഭിമാനപൂർവ്വം പറയുകയാണ്. വാസ്തവത്തിൽ മാവേലിക്കരയൊക്കെ ആഴത്തിൽ വേരൂന്നിയ ഒരു മനുഷ്യനാണ് ഞാൻ. ആ വേരുകളെല്ലാം ഒരൊറ്റ ക്ഷണം കൊണ്ട് അറുത്തു മുറിച്ചിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും 1988 തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുന്നത്. തിരുവനന്തപുരത്ത് മറ്റേ മാവേലിക്കരയായിരുന്നപ്പോൾ സ്കൂട്ടറിൽ പോയാൽ പോലും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ, ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേര് എന്നെ കാണുന്നുണ്ടെങ്കിൽ കോശി തലക്കൽ സിന്ദാബാദ് എന്ന് കൈ വിളിച്ച് പറയും. ഞാനപ്പോ എപ്പോഴും എൻ്റെ ഒരു കൈ സ്കൂട്ടറിൽ ഓടിയാലും ഒരു കൈ എപ്പോഴും അഭിവാദ്യങ്ങൾക്ക് പ്രത്യാഭിവാദ്യം ചെയ്തുകൊണ്ടിങ്ങനെ പോകുന്ന ഒരു കാലമാണ്. ഇതെല്ലാം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നപ്പോ ഒരു മാനും പാഞ്ഞാതി എന്നെ അറിയത്തില്ല, ഒരുത്തരും എന്നെ അറിയത്തില്ല. പേരുകൊണ്ട് കുറെ സ്നേഹിതന്മാരൊക്കെ എന്നെ അറിഞ്ഞേക്കും, പക്ഷെ അല്ലാതെ വ്യക്തിപരമായി ഒരു ബന്ധവുമില്ലാതെ ഞാനൊരു ഏകാന്തതയിൽ പറിച്ചു നടപ്പെട്ട ഒരു ശൂന്യതയിൽ ജീവിക്കുന്ന കാലഘട്ടം ഉണ്ടായി.
അങ്ങനെ ഏതാണ്ട് 2 വർഷം ഞാൻ സഹിച്ച ആ ഏകാന്തതയ്ക്ക് ഒരു വിശേഷിപ്പിക്കാൻ കഴിയില്ല. സ്നേഹിതന്മാരില്ല, കൂട്ടായ്മയില്ല, ബന്ധങ്ങളില്ല, സാഹിത്യമില്ല, പരിപാടികളൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴ് ഞാൻ രാവിലെ കോളേജിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഡേ എക്സ്പ്രസിന് വരും, വൈകുന്നേരം ഡേ എക്സ്പ്രസ് തിരിച്ചു പോകും. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി 7:30-8 മണിക്ക് തിരിച്ചു വരും. പകൽ തിരുവനന്തപുരം ഞാൻ കണ്ടിട്ടേ ഇല്ല. ശനിയാഴ്ച വല്ലയിടത്ത് കൺവെൻഷൻ കാണും, തെക്കൻ തിരുവിതാംകൂറിലൊക്കെ അങ്ങോട്ടങ്ങ് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഏകാന്തതയുടെ ആ സമയത്ത് അറിഞ്ഞു ഞങ്ങളുടെ വീടിനടുത്തൊരു സ്ഥലത്ത് ഒരു വീട്ടില് ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഏതായാലും പോകാനകത്തില്ല, നീയെങ്കിലും പോകുമെന്ന് പറഞ്ഞു വിട്ടു. അന്ന് വൈകിട്ട് തിരിച്ച് വന്നു. ഞാൻ എൻ്റെ ബ്രീഫ് കേസ് ഒക്കെ കയ്യിലിരിക്കുന്നേ ഉള്ളൂ. വന്ന് കയറി ഉടനെ ഞാൻ ചോദിച്ചത്, കൂട്ടായ്മയ്ക്ക് പോയോ എന്ന് ചോദിച്ചു. പോയി എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഇന്നത്തെ മെസ്സേജ് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഉടയോൻ ചാരയുള്ളപ്പോൾ ആരും ഇല്ലെന്ന് പറയരുത് എന്ന് കുഞ്ഞോട് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചത് ആരായിരുന്നു? കുഞ്ഞു സാർ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് പ്രസംഗിച്ചത്. ഉടയോൻ ചാരയുള്ളപ്പോൾ ആരുമില്ല എന്ന് പറയരുത്. എടാ, ഞാൻ ഓർത്തു, എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു സന്ദേശമാണല്ലോ അത്. ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന സന്ദേശമാണ് എൻ്റെ ഭാര്യ വശം എൻ്റെ കർത്താവ് തന്നയച്ചിരിക്കുന്നത്. നിന്റെ ഉടയോൻ ചാരയുള്ളപ്പോൾ നീ ആരുമില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തേ? ഉടയോൻ ചാരയുള്ളപ്പോൾ ആരുമില്ലെന്ന് പറയരുതല്ലേ? പിന്നെയും ചോദിച്ചു, എന്തേ? ഉടയോൻ ചാരയുള്ളപ്പോൾ ആരുമില്ലെന്ന് പറയരുതല്ലേ? ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ആ നടുമുറിയിൽ നിന്ന് അത് ജൽപ്പിച്ചതിന് ശേഷം ഉയരങ്ങളിലേക്ക് കണ്ണുയർത്തി അറിയാതെ പാടിത്തുടങ്ങിയ പാട്ടാണ്. നിന്നീലാശ്വാസം കാണാൻ, നിന്നീലാശ്രയം വയ്ക്കാൻ, നിന്നീലാശ്വാസം കാണാൻ, നിന്നീലാശ്രയം വയ്ക്കാൻ, ഉടയോൻ നീ ചാരയുള്ളപ്പോൾ ആരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ, ഉടയോൻ നീ ചാരയുള്ളപ്പോൾ ആരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ, നാഥാ വിശ്വാസം താ, അഭയം താ, നാഥാ വിശ്വാസം താ, അഭയം താ. ദക്ഷിണ കേരള മഹായിടവയിലെ ബിഷപ്പായിരുന്ന അമൃതം തിരുമേനി ആ വർഷം മാരാമൺ കൺവെൻഷനിൽ ഈ പാട്ട് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത മാസത്തെ അവരുടെ സഭാ മാസികയുടെ എഡിറ്റോറിയൽ തിരുമേനിയുടെ കത്ത് എഴുതിയതിന്റെ അവസാനം ഈ പാട്ടുകളുടെ 2 വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് എഴുതിയത്. മനോഹരമായ ഗാനമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണെന്ന് പറഞ്ഞ് അദ്ദേഹം ആ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് എഴുതിയത്. അപ്പോ ഈ മാസിക എൻ്റെ തൊട്ടടുത്ത് ഈ ആള് LMS പള്ളിയിലെ ഒരു മെമ്പർ ആയിരുന്നു. ഒരു പറഞ്ഞു, സാറിന്റെ ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ ഞങ്ങളുടെ തിരുമേനി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഞാനൊന്നും ആ തിരുമേനിയുമായിട്ടൊന്നും ബന്ധമില്ലായിരുന്നു. ഞാൻ ഒടുവിൽ അവിടെ തിരുമേനിയുടെ പോയി. അവിടെ ചെന്ന് തിരുമേനി പരിചയപ്പെട്ടു. ഞാനാണ് കുശാലയ്ക്കൽ, നിന്നിൽ ആശ്വാസം എഴുതി ഞാനാണ് എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് അത് വളരെ സന്തോഷമായി. അദ്ദേഹം ആ പാട്ട് ശോമലമർദ്ദം തിരുമേനി അത് തമിഴിലേക്ക് വിവർത്തനം ചെയ്തു. മധുര തിയോളജിക്കൽ കോളേജിലെ സെൽവർ നായകൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു, ഇസ്രായേൽ സെൽവർ നായകൻ. അദ്ദേഹവും തിരുമേനിയും കൂടെ ചേർന്നാണ് ആ പാട്ട് തമിഴിലേക്ക് വിവർത്തനം ചെയ്തത്. അതിനുശേഷം പാളയംകോട്ട് നടന്ന CSI സിനഡിന്റെ ഒരു ആന്തോളജിയിൽ ഈ പാട്ട്, തമിഴ് പാട്ടും മലയാളം പാട്ടും അദ്ദേഹം ചേർക്കുകയുണ്ടായി. അങ്ങനെ പ്രസിദ്ധമായ ഈ പാട്ട് ആ സമയത്താണ് മാവേലിക്കര കൺവെൻഷൻ നടക്കുകയാണ്. ആ മാവേലിക്കര കൺവെൻഷൻ ഞാൻ ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അതെല്ലാം ഞാനിവിടെ പറയുന്നില്ല. ഒത്തിരി പാട്ടുകൾ മാവേലിക്കര കൺവെൻഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോ ആ മാവേലിക്കര കൺവെൻഷനിൽ ആ വർഷം പ്രസംഗിക്കാൻ വന്നത് ഈ ഇസ്രായേൽ സർവനായകൻ എന്ന് പറയുന്ന ഈ അച്ഛനാണ്. മധുര തിയോളജിക്കൽ കോളേജിലെ അച്ഛനായിരുന്നു. അച്ഛൻ പ്രസംഗിച്ചു കഴിഞ്ഞ ഉടനെ പറഞ്ഞു, ഈ പാട്ടിന്റെ കാര്യം നിന്നിൽ ആശ്വാസം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് കൺവെൻഷൻ കേൾക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ ചെന്നിരുന്നു. അപ്പോ ഈ അച്ഛൻ പറയാം, ഞാൻ നിന്നിൽ ആശ്വാസം എന്ന പാട്ട് മനോഹരമായ പാട്ടാണ്, അത് ഞാൻ തമിഴിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്, തിരുമേനിയെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞ് ഈ യോഗം കഴിഞ്ഞിട്ട് എനിക്ക് നാളെ ട്രിവാൻഡ്രത്ത് പോയി ഇതിന്റെ ഓദറിനെ ഒന്ന് കണ്ട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തല്ലോ. യോഗം കഴിഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് ഈ ഇസ്രായേൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ,
അച്ഛൻ തിരുവനന്തപുരത്തേക്ക് നാളെ യാത്ര ചെയ്യണ്ട. അതെന്താ, ഈ നിന്നിലാശ്വാസം എഴുതിയ ആള് ഞാനാണ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അച്ഛന് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ നിന്നിലാശ്വാസം ആ വർഷം ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യനാണ്. അന്നത്തെ പ്രമുഖ പ്രസംഗകനായിരുന്നു റവറൻഡ് ഡോക്ടർ തിയഡോർ വില്യംസ്. എന്നെ ആത്മീയമായി ഒത്തിരി സ്നേഹിക്കുന്ന, എൻ്റെ വീട്ടിൽ വന്ന് എന്നെ സഹായിക്കുകയും ശക്തീകരിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഡോക്ടർ തിയഡോർ വില്യംസ്. അദ്ദേഹം ഈ പാട്ട് കേട്ടതിന് ശേഷം മടങ്ങി ബാംഗ്ലൂരിൽ പോയിട്ട് ആ വർഷത്തെ IMന്റെ ഒരു തീം സോങ് എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം എനിക്കൊരു കോളേജിൽ ഒരു കത്ത് കിട്ടി. അതിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെയാണ് നിന്നിലാശ്വാസം. അത് കഴിഞ്ഞ് തിയഡോർ വില്യംസ് ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു കത്ത് അയച്ചു. പിന്നെ നിന്നിലാശ്വാസം എന്ന പാട്ട് ഞാൻ കേട്ടു. അതുകൊണ്ട് കോശി ഈ വർഷത്തെ IMന്റെ തീം സോങ് എഴുതണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വാക്യം എഴുതി പറഞ്ഞു തന്നു. ആഴത്തിൽ വേര് ഉയരത്തിൽ ഫലം എന്ന് പറയുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് അദ്ദേഹം എനിക്ക് കുറിച്ച് തന്നത്. അതിന്റെ പിന്നെ അടിസ്ഥാനത്തിൽ ഒരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇങ്ങനെ ബോധപൂർവ്വം ആർക്കും പോയിട്ട് പാട്ട് എഴുതിയിട്ടില്ല. പാട്ട് എഴുതി ട്യൂൺ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനെയുള്ള സാങ്കേതിക വശമൊന്നും അറിഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഇല്ലൻറ്റും എടുത്തോണ്ട് പിന്നെ എൻ്റെ കത്തും എടുത്തോണ്ട് വന്ന് എൻ്റെ മുറിയിൽ, ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ മുറിയിൽ പോയി ഞാൻ മുട്ടുകുത്തി, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ദാസൻ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഒരു വാക്യം തന്നിരിക്കുന്നു. എനിക്ക് പാട്ട് എഴുതാൻ അറിയില്ല എന്ന് അവിടത്തേക്ക് അറിയാം, എനിക്ക് ട്യൂൺ ചെയ്യാൻ അറിയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് അവിടത്തേക്ക് അറിയാം. അതുകൊണ്ട് കർത്തദാസിന് ഒരു പാട്ട് ഈ വർഷത്തേക്ക് ഞാൻ എഴുതി കൊടുക്കണമല്ലോ, അതിനൊരു ഗാനം തരണമെന്ന് പറഞ്ഞ് ഞാൻ കണ്ണീരോടെ അവിടെ എൻ്റെ റൂമിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ആ സ്നേഹസ്വരൂപയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ അറിയാതെ എൻ്റെ നാവിൽ പാട്ടും ട്യൂണും ഒന്നിച്ചു വരികയായിരുന്നു. അതാണ് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാവുന്ന ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം എന്ന് പറയുന്ന പാട്ട്. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം, 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. ആ പാട്ട് മാരാമൺ കൺവെൻഷനിലൊന്നും വന്ന പാട്ടല്ല. അത് മാവേലിക്കര കൺവെൻഷനിൽ മാത്രമേ അത് പാടിയിട്ടുള്ളൂ. എന്നാൽ അനേക ആളുകൾ അത് പാടുന്നുണ്ട്. എങ്ങനെയോ എൻ്റെ ഒരു അഭിബന്ധിയ സഹപാഠിയായിരുന്നു കാലം ചെയ്ത ഗീവറീസ് മാർ അത്തനേഷ്യസ് തിരുമേനി. ഞങ്ങൾ ഒന്നിച്ച് തിരുവല്ല കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ചതാണ്. ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ആ ചൂളമരത്തിന്റെ ചുവട്ടിൽ ഞങ്ങൾ 3-4 പേര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ കാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ഗീവറീസ് മാർ അത്തനേഷ്യസ്. പിന്നെ ഒരാള് റവറൻഡ് ഡോക്ടർ KT ജോയ് മർത്തോമാ സഭയിലെ മറ്റൊരു പുരോഹിതനായി മാറി. 3-ാമത്തെ ആള് ഞാനാണ്. ഞാൻ പുരോഹിതനാകണമെങ്കിലും പുരോഹിതനായില്ല. ഒരാള് ബിഷപ്പായി, ഒരാൾ അച്ഛനായി, ഒരാള് ഒരു സുവിശേഷകനായിട്ട് മാറി. അതാണ് ഞാൻ. അങ്ങനെ ആഴത്തിൽ എന്ന് പറയുന്ന പാട്ട് ഞാൻ 1990 എഴുതി. അത് അനേകം ആളുകൾ പാടാൻ ഇടയായി തീർന്നു. ഈ ഞാൻ പറഞ്ഞു വന്നത്, അഭിവന്ദ്യ തിരുമേനി അദ്ദേഹത്തിന്റെ ആദ്യത്തെ മാരാമൺ കൺവെൻഷൻ പ്രസംഗത്തിൽ, അതായത് കോൺസെക്രേഷൻ കഴിഞ്ഞുള്ള ആദ്യത്തെ മാരാമൺ കൺവെൻഷനിൽ ഈ ഗാനം ആലപിച്ചുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ആഴത്തിൽ. അദ്ദേഹം തിരുവനന്തപുരത്ത് സന്ദർശനം വന്നപ്പോൾ നന്തങ്കോട് ജെറുസലേം മാർത്തോമ പള്ളി വന്നപ്പോൾ ഞാൻ പോയി കണ്ടു. അവിടെയും ഈ പാട്ട് പാടി. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയ പാട്ടാണ്, എനിക്കറിയാം, കൃഷി എഴുതിയ പാട്ടാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായതുകൊണ്ട് അത് പാടുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ അഭിനന്ദിക്കുകയുണ്ടായി. അതിനുശേഷമാണ് 1991 നന്മയല്ലാതൊന്നും ചെയ്തില്ലാത്തവൻ എന്ന് പറയുന്ന അസാധാരണമായ ഗാനം എൻ്റെ തൂലികയിൽ നിന്ന് എൻ്റെ കർത്താവ് പകർന്നു തന്നത്. 1991 എൻ്റെ ഭാര്യ ഹൃദ്രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞങ്ങൾ 18 മണിക്കൂർ വൈകിയാണ് ഹോസ്പിറ്റലിൽ എൻ്റെ ഭാര്യയെ എത്തിച്ചത്. ഒരു കാർഡിയോളജിസ്റ്റ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് സമയത്തെത്താൻ കഴിഞ്ഞില്ല.
18 മണിക്കൂർ കഴിഞ്ഞെത്തിയപ്പോൾ ഡോക്ടർ ഭരചന്ദ്രൻ പറഞ്ഞു, 18 മണിക്കൂർ കഴിഞ്ഞു പോയല്ലോ, ഇനി ആ 6 മണിക്കൂറിനുള്ളിൽ കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വലിയ പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ഏതായാലും ഞങ്ങൾ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ കൊറോണറി കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി. ഞാൻ നിരാശയോടുകൂടെ വേദനയോടുകൂടെ അവിടെ നിന്നു. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കലുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങളിവിടെ ഇരിക്കെ, ഡാഡി വീട്ടിൽ വരെ ഒന്ന് പോയിച്ചു വരട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്ത് വീട്ടിൽ വന്നു. ഞങ്ങൾ കിടക്കുന്ന കിടക്കയുടെ അരികിൽ ഞാൻ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ തരുന്നത് നന്മയായാലും നീ തരുന്നത് തിന്മയായാലും ഞാൻ സ്തോത്രത്തോടെ സ്വീകരിക്കുന്നു. നിന്റെ നാമം മഹത്വപ്പെടും. ഞാൻ വേറെ ഒരു വരിയും പ്രാർത്ഥിച്ചില്ല, ഒരു വാക്കും പറഞ്ഞില്ല. എനിക്ക് സൗഖ്യം തരണം, എൻ്റെ ഭാര്യയ്ക്ക് സൗഖ്യം തരണം. അവൾ എൻ്റെ കൂടെ സുവിശേഷ യോഗങ്ങൾക്ക് വരുന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ സ്വകാര്യമായ ഞങ്ങൾക്കൊരു മിഷൻ കേന്ദ്രം ഉണ്ടായിരുന്നു, പുരവിമല എന്ന് പറയുന്ന സഹ്യാദ്രിയിലെ താഴെ ഈ കാണികൾ എന്ന് പറയുന്ന വർഗത്തിന്റെ ഇടയിൽ ഞങ്ങൾക്കൊരു സുവിശേഷ വേല ഉണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബമായി പോകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പെരുമ്പാമ്പിന്റെയും മറ്റും മണ്ടയ്ക്കൂടെ ചാടി ഓടുന്ന എൻ്റെ ഭാര്യയെ ഞാൻ ഓർത്തിട്ട് എനിക്ക് എൻ്റെ ഭാര്യയെ മടക്കി തരണം എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ആ കൂടെ പറഞ്ഞ ഇതാണ്, താവേ, നീ തരുന്ന നന്മയായാലും നീ തരുന്ന തിന്മയായാലും ഞാൻ സ്തോത്രത്തോടെ സ്വീകരിക്കുന്നു. നിന്റെ നാമം മഹത്വപ്പെടും. മടങ്ങി ഞാൻ സ്കൂൾ ഹോസ്പിറ്റലിലെത്തി. കൊറോണറി കെയർ യൂണിറ്റിന്റെ വരാന്തയിലെ ഒരു ചുരൽ കസേര ഞങ്ങൾ ഇരിക്കുകയാണ്. ഞാനും എൻ്റെ മക്കൾ രണ്ടുപേരും. ധാരാളം സ്നേഹിതർ വരുന്നുണ്ട്, സന്ദർശകരൊക്കെ വരുന്നുണ്ട്. അവരെല്ലാം ഈ നിരാശയോട് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ഒരു പ്രതീക്ഷയില്ലാന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ്. എങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്നു. അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെ വിളിച്ചു അകത്തേക്ക്. അന്ന് എൻ്റെ ഒരു നെയ്ബറായിരുന്ന മേമോൾ എന്ന് പറയുന്ന ആളും ഉണ്ടായിരുന്നു, മേമോൾ തോമസ്. ഞങ്ങളുടെ നെയ്ബറാണ്, ഏറ്റവും നല്ല നെയ്ബറാണ്, ഇന്ന് ഞങ്ങളുടെ ബന്ധുവുമാണ്. മേമോള് ഞാനും കൂടെയാണ് അകത്തോട്ട് കയറി ചെന്നത്. അപ്പോൾ ഡോക്ടർ ഭരചന്ദ്രൻ കുറെ നേരം എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട് പറയുകയാണ്, വളരെ അത്ഭുതകരമാണ്, 18 മണിക്കൂർ കഴിഞ്ഞ് കൊടുത്തിട്ടും ആ മരുന്ന് നിങ്ങളുടെ ഭാര്യയുടെ ശരീരം സ്വീകരിച്ചു, ഷീ ഈസ് ഗെറ്റിംഗ് വെൽ. വലിയൊരു ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഒരു പ്രത്യാശയുടെ സന്തോഷം ഉണ്ടായി. അന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവ് നന്മ മാത്രം ചെയ്യുന്നവനാണ് എന്ന്. ആ ചിന്തയോടെ ആ പകൽ മുഴുവൻ കഴിഞ്ഞു. രാത്രിയും ആ ചുരൽ കസേരയിൽ ഇരുന്ന് നേരം വെളുക്കുമ്പോഴും നന്മ മാത്രം എന്നുള്ള ചിന്തയോടുകൂടിയാണ്. ഏതാണ്ട് പരവരാ വെളുക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ പാതി ഉറക്കത്തിലാണെന്ന് എനിക്ക് തോന്നിപ്പോന്നു. ഞാൻ ഇരുന്ന് പാടാൻ തുടങ്ങി. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. ബാക്കി വരികൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പാടുന്നില്ല. ആ പാട്ട് മരവൺ കൺവെൻഷനിലേക്ക് അയച്ചു. സെലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നുന്നു വി എം മാത്യു അച്ഛനാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ, ഞങ്ങൾ ആ പാട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ കോറസ് ഒന്ന് മാറ്റി തരാമോ എന്ന് ചോദിച്ചു. 2 ആഴ്ചത്തേക്ക്. ഞാൻ പറഞ്ഞ, അച്ഛാ, എനിക്ക് ട്യൂൺ ചെയ്യാനൊന്നും അറിയില്ല പയ്യ, ദൈവം തന്ന ട്യൂൺ ഞാൻ അങ്ങ് പാടി തന്നേ ഉള്ളൂ. അല്ല, സാറിന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2 ആഴ്ച ട്രൈ ചെയ്തു അതിന്റെ കോറസ് ഒന്ന് മാറ്റുവാൻ, യേശു യേശു എന്നുള്ള കോറസ് ഒന്ന് മാറ്റാൻ. എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ തിരിച്ചു വിളിച്ചു പറഞ്ഞ, അച്ഛാ, എനിക്ക് കോറസ് മാറ്റാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി സാറ് മാറ്റൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങനെ തന്നെ റെക്കോർഡിങ്ങും കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് പുറത്തു വന്നത്. ആയിരങ്ങൾ പാടി ആശ്വസിക്കുന്ന, ഏത് സന്ദർഭങ്ങളിലും പാടുവാൻ. ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, കല്യാണത്തിനും പാടാം, മരണത്തിനും പാടാം, ഭവന പ്രാർത്ഥനയ്ക്കും പാടാം, വീട്ടുകുദാശയ്ക്കും പാടാം, എവിടെയും പാടാവുന്ന ഒരു പാട്ടാണ് എന്ന്. തിരുവനന്തപുരത്ത് കൊല്ലത്ത് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അന്ധനായ വിദ്യാർത്ഥി വയലിൻ വായിച്ചുകൊണ്ട് അവൻ ഒരിക്കൽ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് എ സോങ്, ദിസ് ഈസ് സംതിങ് എൽസ്. അതിലങ്ങ് മറന്നാമഗ്നായി പാടുകയായിരുന്നു ആ അന്ധനായ മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും എൻ്റെ കഴിവല്ലെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത്. എനിക്ക് സംഗീതം അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. കവിത എഴുതുമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കവിത, ഭാഷാഭൂഷണി തുടങ്ങിയിട്ടുള്ള മാസികകളിലൊക്കെ ഞാൻ കവിത എഴുതുമായിരുന്നു. പക്ഷേ ഞാൻ
സംഗീതം അറിഞ്ഞുകൂടാത്ത, സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിരക്ഷര കുക്ഷിയായ മനുഷ്യൻ. പക്ഷെ എൻ്റെ ദൈവം 200 പരം ഗാനങ്ങൾ, ഒരു പാട്ടും ഒരു ട്യൂണും ആവർത്തിക്കാതെ, റെപ്പിറ്റേഷൻ ഇല്ലാതെ പുതിയ 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 രാഗങ്ങൾ തന്നു. ഞാൻ പറയട്ടെ, ഈ പാട്ടുകൾ എഴുതുന്നതിനിടയിൽ മാരാമൺ കൺവെൻഷനിലും തെക്കൻ തിരുവിതാംകൂറിലുള്ള പല കൺവെൻഷനുമായിട്ട് വേറെ അനേക ഗാനങ്ങൾ ഞാൻ എഴുതി. അതിനിടയിൽ വരുന്ന മണിമുത്തുകളാണ്, അവയും മനോഹരമായ ഗാനങ്ങളായിരുന്നു എന്ന്. പിന്നീട് ഞാൻ എഴുതുന്ന പാട്ടാണ് 1994 ഞാൻ എഴുതുന്ന കർത്താവിന്റെ ബലവും സംഗീതവും. ഈ പരിപാടിക്ക് ഒരു തലക്കെട്ട് വേണം എന്ന് വിൽസൺ എന്നോട് പറഞ്ഞു. ഞാൻ എത്ര ആലോചിച്ചിട്ട് ഒരു തലക്കെട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ അവസാനം ഫ്ലെയർ വന്നപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു കർത്താവിന്റെ ബലവും സംഗീതവും. അപ്പൊ ഇത് വിൽസൺ ഇട്ട തലക്കെട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി, വളരെ ഉചിതമായിരിക്കുന്നു, മനോഹരമായ തലക്കെട്ടാണ്, ഔചിത്യത്തോടു കൂടിയുള്ള ഒരു തലക്കെട്ടാണ്, ചേരുന്ന ഒരു തലക്കെട്ട്, കർത്താവിന്റെ ബലവും സംഗീതവും. അതാണ് എൻ്റെ അടിസ്ഥാന ചിന്ത, കർത്താവിന്റെ ബലവും സംഗീതവുമാണ്. അതും 90കളുടെ ആദ്യപാദങ്ങളിലാണ് ഞാൻ ഈ പാട്ട് എഴുതിയത്. എൻ്റെ മൂത്ത മോന് സുഖമില്ലാതെ, അവന് കലശലായ പനിയും വിറയലും ഒക്കെ ആയിട്ട് ആകപ്പാട് വിഷമിച്ച് ഞങ്ങളൊരു ഡോക്ടറുടെ അടുക്കൽ പോയി. ഒരു ഹോമിയോ ഡോക്ടറാണ്. ആ ഡോക്ടറുടെ അടുക്കൽ ഞാൻ കുഞ്ഞിനെ അടുക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ അസ്വസ്ഥത കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ ഇരിക്കുന്നുണ്ടേ ആ ഡോക്ടറുടെ മുറിയുടെ മുകളിൽ കർത്താവിന്റെ ബലവും സംഗീതവും എന്നുള്ള വാക്യം ഞാൻ വായിച്ചു. അവിടെ ബൈബിൾ വേഴ്സ് എഴുതി വെച്ചിരുന്നു. അവിടെ ഇരുന്ന് ആ വാക്യം വായിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കുഞ്ഞിനെ അടുക്കി പിടിച്ചുകൊണ്ട് പാടിയ പാട്ടാണ് കർത്താവിന്റെ ബലവും സംഗീതവും എന്നുള്ള പാട്ട്. അത് 1994 ഞാൻ എഴുതിയ പാട്ടാണ്. മാരാമൺ കൺവെൻഷനിൽ വന്ന എൻ്റെ അവസാനത്തെ ഗാനം 1996 ഞാൻ എഴുതിയത്. അതിനുശേഷം ഞാൻ മാരാമൺ കൺവെൻഷനില് 2 പ്രാവശ്യം പാട്ട് എടുത്തു. 2 പ്രാവശ്യം എൻ്റെ പാട്ടുകൾ കിട്ടിയില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ അവസാനം ഒരു പാട്ട് കൊടുത്തത്. അതിനെക്കുറിച്ച് സെലക്ഷൻ ബോർഡിലുള്ള രാജൻ എന്നെ പിന്നെ കണ്ടെന്നെ പറഞ്ഞു, സാറേ അതിന്റെ ഫൈനൽ റൗണ്ടിൽ വന്നതാണ് ആ പാട്ട്, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഏതായാലും ആ പാട്ട് വന്നില്ല. അതുകൊണ്ട് മാരാമൺ കൺവെൻഷനിൽ വന്ന എൻ്റെ അവസാനത്തെ പാട്ട് വരൂ വരിക പാവനാത്മാവേ എന്ന് പറയുന്ന പാട്ടാണ്. ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന, ക്ഷണിക്കുന്ന ഒരു ഗാനമാണത്. ഈ പാട്ടിന്റെ ട്യൂണ് എൻ്റെതല്ല. ഇത് ഡോക്ടർ എബ്രഹാം ജോഷുവ, നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, തിരുവനന്തപുരത്തുള്ള ഡോക്ടർ എബ്രഹാം ജോഷുവയും ഗീതയും മനോഹരമായി കർണാട്ടിക് സംഗീതം നല്ല നിശ്ചയമുള്ള മനുഷ്യനാണ്, പഠിച്ച മനുഷ്യനാണ്. അവർ രണ്ടുപേരും വലിയ പാട്ടുകാരാണ്. സന്തോഷ് ജോർജും ടീമും, സന്തോഷ് ജോർജും ഞാനും പിന്നെ ഡോക്ടർ ജോഷുവയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഞങ്ങളൊക്കെ പാട്ട് എഴുതി കൊടുക്കുന്നു, ജോഷുവ അത് ട്യൂൺ ചെയ്യാറുണ്ട്. ഞാൻ എഴുതിയ കുറെ ക്രിസ്മസ് ഗാനങ്ങൾ, 5-6 ക്രിസ്മസ് ഗാനങ്ങൾ ഡോക്ടർ ജോഷുവയാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. ക്രിസ്മസ് ഗാനങ്ങൾ ഞാനും ട്യൂൺ ചെയ്തിട്ടുണ്ട്. ട്യൂൺ ചെയ്തതല്ല, ഞാൻ പാടിയിട്ടുണ്ട്. ഡോക്ടർ ജോഷുവയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ജോഷുവയാണ് എൻ്റെ ആത്മീയ ഗീതങ്ങളിൽ ഒരേ ഒരു ഗാനം ട്യൂൺ ചെയ്ത ഒരാള്, വരൂ വരിക പാവനാത്മാവേ. പക്ഷേ ആ പാട്ടിന് അധികം പ്രശസ്തി പിൽക്കാലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഇത്രയും ഗാനങ്ങളാണ് ഞാൻ എൻ്റെ പ്രസിദ്ധമായ ഗാനങ്ങൾ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനിടയിൽ ഞാൻ എഴുതിയ അനേക ഗാനങ്ങളുണ്ട്. അതിൻ്റെ തലവരികൾ മാത്രം, തലക്കെട്ടുകൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകാം. അതിൻ്റെ അകാരാദി ക്രമത്തിൽ ഞാനൊന്ന് വായിച്ചു പോകും. അവൻ കരുതുന്നവൻ എന്ന് പറയുന്ന ഒരു പാട്ട് എഴുതി. ആനന്ദദായകൻ യേശുനാഥ എന്ന് പറയുന്ന ഒത്തിരി പാട്ടുകളുണ്ടായില്ല, ഞാൻ ചിലത് സെലക്ട് ചെയ്ത് 1000-ആയി 10,000-ആയി എന്ന്. ആരാധനയുടെ ആത്മാവുണരട്ടെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. തെക്കൻ തിരുവിതാംകൂറിൽ അവരുടെ ആരാധനാലയങ്ങളിൽ നിരന്തരം ഇപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് CSI ആലയങ്ങളിൽ. ആരാധനയുടെ ആത്മാവുണരട്ടെ, ജനമെല്ലാം മറന്നു നാഥനെ വാഴ്ത്തട്ടെ, നാവിൽ നവനവഗാനങ്ങളുമായി ഉണർന്നു പാടട്ടെ, നാവിൽ നവനവഗാനങ്ങളുമായി ഉണർന്നു പാടട്ടെ, ആരാധനയുടെ ആത്മാവുണരട്ടെ. അതിന്റെ ഒരു ചരണം കൂടെ ഞാൻ പാട്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. സ്വർഗം വെടിഞ്ഞു മണ്ണിൽ നടന്നു മണ്ണിനെ വിണ്ണാക്കിയോ,
സ്വർഗം വെടിഞ്ഞു മണ്ണിൽ നടന്നു മണ്ണിനെ വിണ്ണാക്കിയോ. അവൻ പിൻപേ നടന്നു ചെല്ലാം നമുക്ക് സാക്ഷികൾ ആയിടുവാൻ. അവൻ പിൻപേ നടന്നു ചെല്ലാം നമുക്ക് സാക്ഷികളായിടുവാൻ. ആരാധനയുടെ ആത്മാവുണരട്ടെ. ഇടയനായി കരുതലായി ആരിലും അധികമായി എന്നെ സ്നേഹിക്കും. എന്നെ കണ്ടവനെ ഞാൻ എന്നും കാണുന്നു. എൻ ദൈവമേ നിന്നെ കണ്ടോരു നാൾ മുതൽ. മനോഹരമായ ഒരു പാട്ടാണത്. എൻ്റെ ഭാര്യ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ്. എൻ ദൈവമേ നിന്നെ കണ്ടോരു നാൾ മുതൽ എന്നുള്ള ആനന്ദ സമ്പൂർണമേ എന്ന്. എനിക്ക് ഹാർട്ടിനൊരു വേദന വന്നപ്പോ എൻ്റെ ഒരു ഡോക്ടർ, എൻ്റെ സ്റ്റുഡന്റ് കൂടിയായിരുന്നു ഡോക്ടർ ജോർജ് വർഗീസ്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റ് ആയിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, സാറ് എൻ്റെ പ്രസംഗങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനിയൊന്നും പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ആഴ്ച തിരുവനന്തപുരത്ത് ക്രേവൻ ചർച്ചിലെ 3 ദിവസത്തെ കൺവെൻഷന് ഞാൻ പോയി വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച വന്ന് എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല, എൻ്റെ ഡോക്ടറെ കണ്ടിട്ട് പോലും ഇല്ല. ആ സന്ദർഭത്തിൽ ഞാൻ എഴുതിയ പാട്ടാണ് പിന്നെ എൻ ദൈവമേ നിന്നെ കണ്ടു ഒരു നാൾ മുതൽ എന്നുള്ള ആനന്ദ സമ്പൂർണമേ. അതുകൊണ്ട് എൻ്റെ സഹായവും എൻ്റെ സങ്കേതവും നീ മാത്രമാണ് യേശുവേ. എൻ്റെ ദൈവം ജീവിക്കുന്നു. ഒരു ഭവനം നിത്യഭവനം. കർത്താൻ നടത്തിയ വഴികളെ ഞാൻ മറക്കില്ല. ക്രൂശിൻ നിഴലിൽ ഒരിടന്ത കൃപ മാത്രം മതി എനിക്ക്. തലമുറ തലമുറ ആയി ആയി ഞങ്ങളുടെ സങ്കേതമായ യഹോവേ. തരികിനി ഞങ്ങൾക്കു പരിപാലനത്തിൻ്റെ പരിലാളനങ്ങൾ പിതാവേ. തരികിനി ഞങ്ങൾക്കു പരിപാലനത്തിൻ്റെ പരിലാളനങ്ങൾ പിതാവേ. പത്തമ സഭയിലെ ജോർജ് വർഗീസ് അച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയൊരു പാട്ടാണത്. ജന്മദിനത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് തലമുറ തലമുറ. പിന്നെ അയ്യമ്മന് വേണ്ടി എഴുതിയ ദാസരാണങ്ങൾ എന്നുള്ള പാട്ട്. പിന്നെ എഴുതിയ ദീപമേ മാർഗദീപമേ എന്ന് പറയുന്ന പാട്ട്. ദൈവം നടത്തും വഴികൾ മാത്രമൻ വഴി. അത് അമേരിക്കയിൽ വന്നൊരിക്കൽ എഴുതിയൊരു പാട്ടാണ്. ദൈവം നടത്തും വഴികൾ മാത്രമാണ് എൻ്റെ വഴി അറിയുന്നു ഞാൻ. ലോകം നയിക്കും പാതയിലൊളിച്ചിരിക്കുന്ന ചതിയറിയുന്നു ഞാൻ. ലോകം നയിക്കും പാതയിലൊളിച്ചിരിക്കുന്ന ചതിയറിയുന്നു ഞാൻ. ദൈവ വഴി തികവുള്ളത്, ദൈവ വഴി അത്യത്ഭുതമേ. ദൈവ വഴി തികവുള്ളത്, ദൈവ വഴി അത്യത്ഭുതമേ. ദൈവം നടത്തും വഴികൾ മാത്രമാണ് എൻ്റെ വഴി അറിയുന്നു ഞാൻ. ലോകം നയിക്കും പാതയിലൊളിച്ചിരിക്കുന്ന ചതിയറിയുന്നു ഞാൻ. ലോകം നയിക്കും പാതയിലൊളിച്ചിരിക്കുന്ന ചതിയറിയുന്നു ഞാൻ. ഇവിടെ അമേരിക്ക വന്നപ്പോ ഞാന് ഇൻഷുറൻസിലായിരുന്നു കുറെ നാൾ ജോലി ചെയ്തത്. മെറ്റൽ ലൈഫ് എന്ന് പറയുന്ന പ്രസിദ്ധമായ അറിയാമല്ലോ. എനിക്ക് അമേരിക്കൻ ന്യൂയോർക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇൻഷുറൻസിൽ. അവിടെ ജോലി ചെയ്തു. അതുകൊണ്ട് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബിസിനസ് ഒക്കെ ഡള്ളായി. എനിക്ക് ബിസിനസ് ഇല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നതിന് പ്രയാസമാണ്. അങ്ങനെ അവസാനം ഞാൻ അത് റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്യാൻ ഒരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥി, ഒത്തിരി വിദ്യാർത്ഥികൾ അമേരിക്കയിലും ന്യൂയോർക്കിലും ഇവിടെ എല്ലാം ഉണ്ട്. അവരെല്ലാം ബിസിനസ് തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. പക്ഷേ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ടെ അപ്പോയിന്റ്മെന്റ് തരും. ആ ദിവസം ആകുന്നുണ്ടെ പറയും, സാറേ ഇന്ന് എനിക്കൊരു അസൗകര്യമുണ്ട്, അതുകൊണ്ട് സാർ വേറെ ദിവസം വേണം. ഒരു ദിവസം ആ മാസത്തെ ശമ്പളം കിട്ടാൻ ഏതെങ്കിലും ഒരു ബിസിനസ് നടന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥി എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നായിരുന്നു. പോകാൻ ഞാൻ ഒരുങ്ങിയുടനെ പുള്ളി വിളിച്ചു പറയാണ്, സാറേ ഇന്ന് എനിക്ക് പറ്റൂല. അതുകൊണ്ട് എനിക്ക് വളരെ നിരാശ തോന്നി. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വന്ന് എൻ്റെ കട്ടിലിന്റെ ഇടയിൽ മുട്ടുമേ കിടന്ന് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരണം. ഇത് എൻ്റെ വഴിയല്ല എന്ന് എനിക്കറിയാം, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് എൻ്റെ നാവിൽ എൻ്റെ കർത്താവ് തന്ന പാട്ടാണ്, ദൈവം നടത്തും വഴികൾ മാത്രമാണ് എൻ്റെ വഴി അറിയുന്നു ഞാൻ എന്ന് പറയുന്നത്. ഈ അടുത്ത സമയത്ത് ടീന എന്ന് പറയുന്ന പ്രസിദ്ധ ഗായിക എന്നെ കാണാനായിട്ട് ഇവിടെ
ഫിലഡൽഫിയയിൽ വന്നു. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം വന്നപ്പം ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി എന്നെ കാണാൻ ഇവിടെ വന്നു. അവള് ഇവിടെ വന്ന് എൻ്റെ മോന് ഓർഗൻ വായിച്ചു, അവളത് പാടി. എൻ്റെ ഇളയ മോന് മനോഹരമായി പാടുന്നയാളാണ്. അവൻ്റെ ഓർഗനിസ്റ്റാണ്, അവനൊരു മ്യൂസിക് ഡയറക്ടറാണ്. ഇവിടുത്തെ ഒരു മെത്തഡിസ്റ്റ് ചർച്ചിലെ മ്യൂസിക് ഡയറക്ടറാണ് അവൻ വർഷങ്ങളായിട്ട്. ദൈവത്തിന് സ്തോത്രം. മാറാത്ത സ്നേഹത്തിന് ഉറവിടമേ മറ്റൊരു പാട്ടാണ്. യാഹിൽ കാണുന്നു എന്നുള്ളത് മറ്റൊരു പാട്ടാണ്. യേശുവേ നിൻ വലങ്കരത്താൽ എന്നെ ഓരോ ചുവടും നടത്തുക, നമുക്കറിയാവുന്ന ഒരു പാട്ടാണ്. മാറാമൻ കൺവെൻഷൻ വന്നിട്ടുള്ള ഒരു പാട്ടാണ്, ഞാനത് പറഞ്ഞില്ല. അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. തൽക്കാലം ഞാനത് വിടുകയാണ്. രാജകീയ നഗരമേ എന്നുള്ളത് ഒരു ക്രിസ്മസ് ഗാനമാണ്. ഞാൻ രോഗോപശാന്തി ഡോക്ടർ ജോഷുവ ട്യൂൺ ചെയ്ത മറ്റൊരു ക്രിസ്മസ് ഗാനമാണ്. വിശ്വാസമോടെ മുന്നോട്ട് പോയിടാം എന്നുള്ളത് അയ്യവന് വേണ്ടി എഴുതിയ മറ്റൊരു പാട്ടാണ്. സേവിച്ചിടാം സേവിച്ചിടാം അയ്യവന് വേണ്ടി എഴുതിയ പാട്ടാണ്. പിന്നെ അനേകം കോറസുകൾ ഞാൻ എഴുതി, അനേകം ക്രിസ്മസ് പാട്ടുകൾ ഞാൻ എഴുതി. ഈ കോറസുകളൊക്കെ നിങ്ങളൊക്കെ ഇപ്പം ഒരുപക്ഷെ പിന്നെ ഈ പ്രായത്തിലൊക്കെ വിൽസനൊക്കെ ഒരു പക്ഷേ VBS ഒക്കെ പഠിച്ച കാലത്ത് പഠിച്ചിട്ടുണ്ടാകും. യേശു തരും ആനന്ദം അത് സ്വർഗീയ ആനന്ദം, ചാരി കർത്തനിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ പാട്ട്. ചാരി കർത്തനിൽ ഞാൻ എന്നുള്ള പാട്ട് കുട്ടികളെ കളിയാക്കി പാടുമായിരുന്നു. ചാരി കട്ടിലിൽ ഞാനെന്ന്, ഞാൻ കർത്തനിൽ എഴുതി കുട്ടികളൊക്കെ പാടുമായിരുന്നു കട്ടിലിൽ ഞാനെന്ന്. അങ്ങനെ ഒരു പാട്ട്. അറിയുക യേശുവിനെ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം തുടങ്ങിയിട്ടുള്ള കുറേ VBS ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒത്തിരി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ട്രാൻസ്ലേഷൻസ് ഒത്തിരി ഉണ്ട്. ഓ ഗോഡ് അവർ ഹെൽപ്പ് ഇൻ ഏജസ് പാസ്റ്റ് എന്നുള്ള പാട്ടിന് എന്നുള്ള ആ വലിയ കീർത്തനത്തിന് ദേവയുഗ സഹായമേ പ്രത്യാശയായവനെ എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ഇറക്കിയിട്ടുണ്ട്. റോക്ക് ഓഫ് ഏജസിന് പിളർന്ന വിൺ പാറയാം നിന്നിൽ ഞാൻ ഒളിക്കട്ടെ എന്ന് പറഞ്ഞ മറ്റൊരു വിവർത്തനമുണ്ട്. മലയാളത്തിൽ വേറെ വിവർത്തനമില്ലാത്തൊരു പാട്ടുണ്ട്. ഓ വർഷിപ്പ് ദ കിങ് എന്ന് പറയുന്ന റോബർട്ട് ഗ്രാൻഡിന്റെ പ്രസിദ്ധമായ ഗാനം. വാഴ്ത്താം രാജാവേ മഹത്വാനെ എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു ഗാനരചനയുടെ യാത്രയാണ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു നിർത്താനുള്ളത്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 12:45 എനിക്ക് നിർത്തിയാലേ 1 മണിക്കുള്ള അപ്പോയിന്റ്മെന്റിന് എത്താൻ പറ്റുള്ളൂ. ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്നെ സശ്രദ്ധം ശ്രവിച്ച എല്ലാവർക്കും, എൻ്റെ സ്നേഹിതൻ ഇട്ടി സാറ് മോഡറേറ്ററാണ്, തുടങ്ങിയുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ വലിയ ഭാഗ്യകരമായ അവസരം എനിക്ക് തന്ന വിൽസനോടുള്ള അഗൈതവുമായ സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കോച്ച് സാർ. ഇനിയും അനൗൺസ്മെന്റിനുള്ളതായ സമയമാണ്. മിസ്റ്റർ ബെന്നി തോമസ് പരിമണം, അദ്ദേഹം ലൈറ്റിന്റെ ഒരു കോർഡിനേറ്ററാണ്. അദ്ദേഹത്തെ അതിനു വേണ്ടി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം അനൗൺസ് ചെയ്തു വരട്ടെ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 211 ലൈവ് വെബിനാർ അടുത്ത ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കും. ഈ നാളുകളിൽ നമ്മൾ ക്രൈസ്തവ ഗാനചക്രവാളം എന്ന വിഷയത്തിലൂടെ ക്രൈസ്തവ ഗാനരംഗത്തെ രചയിതാക്കളെയും അതുപോലെ തന്നെ സംഗീതം സംവിധാനം ചെയ്തവരെയും പരിചയപ്പെടുത്തിയാണല്ലോ. അതായത് ക്രൈസ്തവ ചക്രവാളം ഭാഗം 3 എന്നതായിരിക്കും നമ്മുടെ വിഷയം. അടുത്ത ആഴ്ച ഇതേപോലെ തന്നെ ക്രൈസ്തവ ഗാനരചന സംഗീതത്തിലൂടെ പ്രശസ്ത വ്യക്തിയായിട്ടുള്ള ശ്രീ നൈനാൻ പുന്നവേലി ആയിരിക്കും തന്റെ സംഗീത യാത്രാ അനുഭവം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. നമ്മൾ ഏറ്റുപാടുന്ന അനേകം ആത്മീയ ഗാനങ്ങൾക്ക് ഗാനരചനയും അതുപോലെ തന്നെ സംഗീതവും നിർവഹിച്ച വ്യക്തിയാണ്. മാരാമൺ കൺവെൻഷനിലൂടെ അദ്ദേഹത്തിന്റെ അനേകം ഗാനങ്ങൾ ക്രൈസ്തവ ലോകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതേ സൂം ലിങ്കിൽ തന്നെ നമുക്ക് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് പൊതുവായിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരുടെ അറിവിന് വേണ്ടി കൂടി പറയുകയാണ്, നമ്മൾ ഇന്ന് ഉപയോഗിച്ച അതേ സൂം ലിങ്ക്, അതായത് അതേ സൂം ലിങ്കിന്റെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അടുത്ത മീറ്റിംഗിലും പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി അടുത്ത ആഴ്ചത്തെ മീറ്റിംഗിലേക്കും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത്രയാണ് അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ്. താങ്ക് യു. ഇനി നമ്മൾ ഓപ്പൺ ഫോറത്തിലേക്ക് പോവുകയാണ്. സാറിന്റെ ഗാനങ്ങളും അതെഴുതിയ സാഹചര്യങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് സാറ് ഒരു സാക്ഷ്യമാണ് നിർവഹിച്ചത്. അപ്പം അതിനോട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടാനായിട്ടൊരു വിഷയങ്ങൾ കാണുമായിരിക്കാം. എന്നാൽ ഈ പറഞ്ഞ വിഷയത്തോട് എതിരടിച്ച് നിൽക്കണം. സാറ് പറഞ്ഞ പോലെ സമയത്തിനും പരിമിതി ഉണ്ട്. അങ്ങനെ താല്പര്യമുള്ളവര്
ഈ സിസ്റ്റത്തിൽ കൂടി ഹാൻഡ്സ് റേസ് ചെയ്യണം. സിസ്റ്റത്തിൽ കൂടി ഹാൻഡ്സ് റേസ് ചെയ്യണം. അവരുടെ പേര് വിളിക്കുന്നതായിരിക്കും. ഇപ്പം ഹാൻഡ് റേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി രാജു ഫിലിപ്പാണ്. രാജു ഫിലിപ്പ്. സാർ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഷീർ സാറിനെ കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട്. ഈ 81 മുതൽ ഞാൻ ഒരു സമയത്തിന് വളരെ പരിചയമുണ്ട്. അപ്പം കീപ് യുവർസെൽഫ് ഇൻ റെസ്ട്രെയിന്റ്. വളരെ കുറച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓക്കെ സാർ. 81 മുതൽ ഞാൻ പുറത്തായതുകൊണ്ട് സാറിന്റെ പേര് കേട്ടിട്ടേ ഉള്ളൂ, കൂടുതലായിട്ട് കാണാനൊന്നും സാധിച്ചിട്ടില്ല. സാറ് ഞാൻ പഠിച്ച SB കോളേജിൽ പഠിച്ചാന്ന് അറിഞ്ഞു. അതുപോലെ തന്നെ കുന്നൂർ തോമസ് എന്ന് പറയുന്ന എൻ്റെ ഒരു ആത്മീയ ഗുരുവാണ്, അയൽവക്കവും ബന്ധുവുമാണ്. സാർ അവിടെ മെട്രോപ്പൊളിലൊക്കെ വന്ന് ബൈക്കൊക്കെ അവിടെ വെച്ചിട്ട് പോകുന്ന കാര്യമൊക്കെ പോലത്തെ എനിക്ക് വലിയതായിട്ടുള്ള ഒരു മാനസികമായ ബന്ധം. സാറിന്റെ പേര് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാൻ ചില പുസ്തകങ്ങൾ വായിച്ചിട്ടുമുണ്ട്. ഇത്രയും കാലങ്ങൾ ചെയ്ത കാര്യം എനിക്കറിയില്ല. അതുപോലെ സാർ മാർത്തോമക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് CSI ആണെന്ന് മനസ്സിലായത്. അതുപോലെ ഞാൻ ഡൈനാമിക് ആക്ഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് 2 വർഷം. ഈ പറഞ്ഞ ഗാനമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ മരിച്ച സമയത്ത് അവിടെ പാടിയ പാട്ടുകൾ, J. ജോസഫ് അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് പാടിയ പാട്ടുകളൊക്കെ ഈ പറഞ്ഞ ചില ഗാനങ്ങളായിരുന്നു എന്ന് ഓർക്കുന്നുണ്ട്. തീർച്ചയായും എനിക്ക് വളരെ ഇതുമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. വളരെയധികം ആത്മീയമായ ഒരു ബന്ധം സാറുമായിട്ട് എനിക്ക് തോന്നുന്നു. സാറിപ്പം വളരെ അകലെ അമേരിക്കയിലാണ്. ഇനി തീർച്ചയായിട്ടും സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. സാറിന് നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ സാറിനെ ഞാൻ വിളിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്. അച്ഛനാണ് അടുത്തതായിട്ട് ഞാൻ സമയത്തിന്റെ പരിമിതി കേൾക്കാമോ? കേൾക്കാം. സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ഹാൻഡ് റേസ് ചെയ്തെങ്കിലും പിന്നെ അത് ലോവർ ചെയ്തു. ഇല്ല, സാരമില്ല. ഞാൻ എൻ്റെ വലിയ അപ്രീസിയേഷൻ അറിയിക്കുന്നു. വളരെ എനിക്ക് പ്രിയപ്പെട്ടതായ പല പാട്ടുകളും സാറാണ് എഴുതിയെന്നും അതിൻ്റെ പിന്നിലെ അനുഭവങ്ങളെക്കുറിച്ച് കേട്ട് നോക്കി എനിക്ക് വലിയ സന്തോഷമായി. ഒരു ചെറിയ ചോദ്യം മാത്രം, ഒരു സംശയമാണ്. അത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. സാറിൻ്റെ ഈ വിലപ്പെട്ടതായിട്ടുള്ള ഈ പല കാര്യങ്ങൾ കേട്ടതിൻ്റെ വെളിച്ചത്തിലൊക്കെ, അതായത് ഈ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞ കാര്യമൊക്കെ സാറ് പറഞ്ഞതിന് ശേഷം അതിനോട് ചേർന്ന് പറഞ്ഞതായിട്ട് എൻ്റെ തെറ്റിദ്ധാരണയൊന്നും അറിയാൻ പാടില്ല. അതിന് ശേഷം അതിനെ തുടർന്ന് ആണ് ഈ പാട്ട് എഴുതിയത്, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ എന്നുള്ള പാട്ട് എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഇത് തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ എന്ന് എൻ്റെ മനസ്സിൽ, അതായത് രാഷ്ട്രീയത്തിലേക്ക് പോയതിനെ പറ്റി എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ടാണോ എന്നത് ഒന്ന് കേട്ടാക്കൊള്ളാം, ഒരു വിശദീകരണം. അത് അച്ഛാ, ഞാന് സുവിശേഷ പ്രവർത്തനം, ആത്മീയ ശുശ്രൂഷയാണ് എൻ്റെ ജീവിതത്തിലെ സ്വപ്നമായിരുന്നത്. അപ്പോ അതിന് ഒരു പുരോഹിതൻ തന്നെ എനിക്ക് തടയിട്ടപ്പോ ആണ് ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്കും നാടകത്തിലേക്കും മറ്റ് സാംസ്കാരിക മേഖലകളിലേക്ക് പോയത്. അപ്പോ അത് കഴിഞ്ഞ് ഒരു പുരോഹിതന്റെ, ഞങ്ങളുടെ കോളേജിലെ ചാപ്ലേൻ അച്ഛൻ പോത്ത ഫിലിപ്പ് അച്ഛന്റെ മരണത്തോടു കൂടിയാണ് ഈ കോളേജിൽ ഇനി ആര് എൻ്റെ ശുശ്രൂഷ ചെയ്യുമെന്നുള്ള ഒരു ആന്തരികമായ ഒരു ദൈവിക ശബ്ദം കേട്ട് ഞാൻ ആ കുഴിമാടത്തിൽ വെച്ച് എന്നെ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഈ ഭൗതികമായ എല്ലാ കാര്യങ്ങളോടും ഒരു വിട പറയണം എന്നെനിക്ക് തോന്നി. അന്ന് മുതൽ എൻ്റെ സ്വപ്നങ്ങൾ ഒരു ക്ഷണം കൊണ്ട്, ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എവറിത്തിങ് ചേഞ്ച്ഡ്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചു. എനിക്ക് MLA ആണോ, MP ആണോ, മന്ത്രിയാണോ എന്നുള്ള മോഹങ്ങളെല്ലാം ഒന്ന് അവസാനിപ്പിച്ചു. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്താൽ മതി എന്ന് അന്ന് മുതൽ തീരുമാനിച്ചു. അത് 7/7/77 എന്ന് പറയുന്ന ഒരു ദിവസമാണ്. ആ 7/7/77 ശേഷം ഞാൻ ഒരു കാര്യത്തിലും ആത്മീയമായിട്ടല്ലാതെ മറ്റൊരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് കർത്താവിന്റെ വഴി വിട്ടുപോയ മാർഗങ്ങൾ എന്ന നിലയിലാണ് നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹം എന്ന് പറയുന്നത്. അതൊന്നും മോശമായിട്ടുള്ള ഒരു മേഖല ആയതുകൊണ്ടല്ല, അതെൻ്റേതല്ലായിരുന്നു, എൻ്റെ മേഖല അല്ലായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അപ്പോഴുണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് പാടിയിട്ടു. താങ്ക് യു. അടുത്തത് വിൽസൺ കരിമ്പല്ലൂർ. ബഹുമാനപ്പെട്ട വെട്ടി സാറിനും കോശിവലക്കൽ സാറിനും വളരെയധികം നന്ദി. നല്ല രീതിയിലായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. ഒരു പ്രത്യേക മീറ്റിംഗ് ആയിരുന്നു. ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ മീറ്റിംഗ് ആണ്. ഞാൻ വർഷങ്ങളായിട്ട് കോശി തലക്കൽ
സാറുമായിട്ടൊന്ന് ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ചു കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനും ചെറിയ രീതിയിലൊക്കെ പാട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ്. പാട്ട് എഴുതുന്നവർക്ക് മറ്റു പാട്ടെഴുത്തുകാരോട് ഒന്നിൽ അസൂയ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് വലിയ ബഹുമാനമുണ്ട്. എനിക്ക് ഇവരോടൊക്കെ വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തന്നെ ഞാൻ താല്പര്യം എടുത്തത്. അപ്പോഴേ അന്വേഷിച്ചപ്പോൾ സാർ അമേരിക്കയിലാണെന്ന് അറിഞ്ഞു. ഏതായാലും കൊള്ളാം, അമേരിക്ക വന്നപ്പോൾ സാർ മുമ്പേ പറഞ്ഞ പോലെ ഒരു അമേരിക്ക വരെ ഒരു നിമിത്തവുമായി ഷിജി അലക്സ് എന്ന് പറയുന്ന വനിതയാണ്, അദ്ദേഹമാണ് എനിക്ക് സാറിന്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് തന്നത്. വലിയ സന്തോഷം, വലിയ താങ്ക് യു, നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഒന്ന് രണ്ട് ഈ പാട്ട് എഴുതുന്ന ആളായതുകൊണ്ട് സാറിന്റെ പാട്ടുകളെ പറ്റി അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. സാർ എഴുതിയതില് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയാവുന്ന പാട്ട് ഏതാണെന്നൊന്ന് പറയാമോ? അതുപോലെ തന്നെ സാധാരണ പാട്ടെഴുത്തുകാരൊക്കെയും സംഗീതം ലഭിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ട്യൂൺ തന്നാൽ അതനുസരിച്ച് പാട്ട് എഴുതാറുണ്ട്. സാർ അങ്ങനെ എഴുതാറുണ്ടോ? അങ്ങനെ എഴുതാൻ സാറിന് ബുദ്ധിമുട്ടുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അവസാനം ചോദിച്ചാൽ ആദ്യം അത് ഉത്തരം പറയാം. മലയാളത്തിൽ ഇപ്പൊ ചലച്ചിത്ര ഗാനങ്ങളിലൊക്കെ ഇപ്പൊ എല്ലാം ട്യൂൺ ചെയ്താണ്, ട്യൂണുകളാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം വേഴ്സ് എഴുതുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് 1960കളുടെ അവസാനം, അന്ന് ചലച്ചിത്രത്തിലൊന്നും ഈ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അന്ന് പി ഭാസ്കരന്റെയും ONV-യുടെയും ഒക്കെ പാട്ട് വരികൾക്ക് ട്യൂൺ കൊടുക്കുകയായിരുന്നു. അന്ന് എൻ്റെ ഒരു സ്നേഹിതൻ വർഗീസ് കെ ചാക്കോ എന്ന് പറയുന്ന സണ്ണി സാർ എന്ന് പറയുന്ന മാവേലിക്കര ഉണ്ടായിരുന്നു, വലിയ പാട്ടുകാരനായിരുന്നു. അപ്പൊ അങ്ങനെ സെൻട്രൽ അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പഠിപ്പിക്കും, ഒരു വർഷം പഠിപ്പിച്ചു. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം പുള്ളി പറഞ്ഞു, കുഞ്ഞുവനെ, എൻ്റെ പേര് കുഞ്ഞുവൻ എന്നാണ് വീട്ടിലെ, അതുകൊണ്ട് കുഞ്ഞുവനെ ഞാനൊരു പാട്ടൊന്ന് ഹം ചെയ്യാം, കുഞ്ഞുവൻ വരികൾ എഴുതാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ക്രിസ്മസ് പാട്ടായിരുന്നു. അങ്ങനെ 3 പാട്ടുകൾ അദ്ദേഹം ഹം ചെയ്തു. ആദ്യം പാടിയ പാട്ട്, ഹം ചെയ്ത പാട്ട് ഞാൻ പറഞ്ഞു ആവർത്തിച്ച് 2 പ്രാവശ്യം ഹം ചെയ്യാൻ പറഞ്ഞു. 2 പ്രാവശ്യം ഹം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ എഴുതാൻ തുടങ്ങാൻ പറഞ്ഞപ്പോൾ ഹം ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി ഹം ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ എഴുതിയതാണ് താരങ്ങൾ നോക്കുവതാരേ ദേവൻ പിറന്നല്ലോ, ദൂതന്മാർ വാഴ്ത്തുവതാരേ യേശു പിറന്നല്ലോ. അങ്ങനെ 3 പാട്ടുകൾ, അതിന്റെ ഇത് കൂടാതെ 3 പാട്ട് എഴുതിയിട്ട് ഇന്നും ട്യൂൺ തന്നാൽ ട്യൂണ് ആലപിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എഴുതാം. അപ്പൊ തന്നെ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക്, ഏത് പാട്ട് വേണമെങ്കിലും എഴുതാം. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടെന്ന് പറയാൻ, എനിക്ക് 2 ആൺമക്കളാ. എനിക്ക് ഇതുവരെ എൻ്റെ സ്നേഹം വിഭജിച്ച് നൽകാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും ഒരുപോലെയുള്ള സ്നേഹമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. ചില സന്ദർഭങ്ങൾ വരുന്നുണ്ടെ ആ പാട്ട് തന്നെ ചിലപ്പോൾ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കും. ഇപ്പം ദൈവം നടത്തും വഴികൾ, ചിലപ്പോൾ അത് തന്നെ പാടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ആഴത്തിൽ വേരൂന്നിടാം എന്ന് പാടും. സാധാരണഗതിയിൽ രോഗവും പ്രയാസങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിന്നിൽ ആശ്വാസം പാടും. അല്ലെങ്കിൽ പിന്നെ നന്മയല്ലാതെ, എല്ലാവരോടും ഞാൻ പറയുന്നതാ, എല്ലാ നന്മയ്ക്ക് വേണ്ടിയാണ്, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ എന്ന്. ഇങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ലാതെ പാട്ടുകൾക്ക് പ്രത്യേകമായൊരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടില്ല. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. പ്ലസ്സി ജോസഫ് അടുത്തത് കൈവരുന്നത്. പ്ലസ്സി ജോസഫ്. ഹലോ സാർ, ഞാൻ മാവേലിക്കരക്കാരിയാണ്. പക്ഷെ ഞാൻ വളർന്നു വന്നപ്പോഴത്തേക്ക് സാറ് മാവേലിക്കര വിട്ടു. അപ്പൊ ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. സാറിന്റെ അടുത്തൊന്ന് കേൾക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്റെ മമ്മിയുടെ സഭ എന്ന് പറയുന്നത് CSI. അപ്പം സാറ് CSI കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ സഭ തന്നെയാണ്, ചേർച്ച് ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പൊതുവെ CSI-കാരുടെ എല്ലാ പാട്ടിലും ആ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ സാർ ഇന്ന് പാടിയ രീതിയിലായിക്കോട്ടെ, സാറിന്റെ പാട്ടുകളിലായിക്കോട്ടെ, അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണ്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ഒത്തിരി സ്വാധീനം എൻ്റെ പാട്ടുകളിൽ ഉണ്ടെന്നാണ്. അങ്ങനെ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് സന്തോഷകരമാണ്. പാശ്ചാത്യ സംഗീതം, നമ്മുടെ ഹിംസൊക്കെ പാടിയുള്ള ഒരു പരിചയം എനിക്കുള്ളൂ. പാട്ട് ഞാൻ ഹിംസൊക്കെ പാടുമായിരുന്നു, കോയൽ മെമ്പറൊക്കെ ആയിരുന്നുകൊണ്ട് പാടുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സംഗീത മ്യൂസിക്കൽ കൾച്ചർ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് പലപ്പോഴും ഈ പാട്ടുകൾക്ക് ഒരു വെസ്റ്റേൺ ടച്ച് ആണോ ഉള്ളതെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ധാരാളം സിനിമാ ഗാനങ്ങൾ ആലപിക്കുമായിരുന്നു. കോളേജിലൊക്കെ
ബെസ്റ്റ് വോയിസ് ഒക്കെ ആയിരുന്നു. ഞാൻ എല്ലാ പാട്ടുകളൊക്കെ പാടുന്നു. യേശുദാസ്, ഞാൻ ചങ്ങനാശ്ശേരി പഠിക്കുന്ന MA പഠിക്കുന്ന കാലത്ത് പോലും എന്നെ ജൂനിയർ യേശുദാസ് എന്നൊക്കെ എൻ്റെ കൂട്ടുകാർ വിളിക്കുമായിരുന്നു. MA പഠിക്കുന്നവർ പോലും വിളിക്കുമായിരുന്നു. കാരണം ONV എഴുതിയതാണ് ആ പാട്ട്. ONV എഴുതിയ ആ പാട്ട് ONV ഇരിക്കുന്ന ഒരു വേദിയിൽ ഞാനത് പാടി. അപ്പൊ എല്ലാവരും വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഈ നമ്മുടെ കർണാട്ടിക് സംഗീതവുമായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട്. അങ്ങനെ ഞാൻ ചുമ്മാതിരുന്ന് രാഗങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പോലും ഇങ്ങനെ ആലപിക്കാറുണ്ട്, വെറുതെ ചുമ്മാ ആലപിക്കാറുണ്ട്. അപ്പോ അതായിരിക്കാം എൻ്റെ സംഗീതത്തിലെ എൻ്റെ ഗാനങ്ങളിൽ നമ്മുടെ വെസ്റ്റേൺ ടച്ച് അധികം വരാതെ കർണാട്ടിക് സംഗീതം ഒന്നും അതിനെ പറ്റി പറയുന്നില്ല. ഒരു ക്രിസ്ത്യൻ ഒരു മ്യൂസിക് ടച്ചാണത്. നമ്മുടെ എല്ലാ ക്രിസ്തീയ പാട്ടുകളുടെയും രാഗം ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. അതിൽ ഉണ്ടാകുന്ന നൂറുകണക്കിന് സ്വരഭേദങ്ങളാണ് നമ്മുടെ പാട്ടുകളായി വരുന്നത്. അറിഞ്ഞ വളരെ സന്തോഷം. ഓക്കെ, അടുത്തത് രാജേഷ് മാത്യു. താങ്ക് യു ടീച്ചർ. പ്രിയ കോശി സാറിനെ, രാജേഷ് കോശി സാറാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ന് കയറാൻ ആഗ്രഹിച്ച് കയറിയതാണ്. എനിക്ക് സാറിന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു 2 കൊല്ലം മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു 4-5 ദിവസം സാറിന് താമസിക്കുവാൻ ഞങ്ങളുടെ ഭവനം ഒരു അവസരം ഉണ്ടായി എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അന്ന് സാറിന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആദ്യത്തെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഫിനിക്സിൽ വരുമ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം, എൻ്റെ സ്വന്തം ഭവനം പോലെ ആ കുഞ്ഞുങ്ങൾ എന്നെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് ഇന്നും എന്നെ കണ്ണു നിറയാറുണ്ട്. കാരണം സാറിനെ ശുശ്രൂഷിപ്പാൻ കുറച്ച് ദിവസങ്ങൾ സാധിച്ചു. ഒരാശങ്കയായിരുന്നു സാറിനോട് വരുമ്പോൾ സാറിനുണ്ടായിരുന്നത്. എന്നാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സാറിന്റെ ഈ ഗാനങ്ങളെക്കുറിച്ച് ഞങ്ങൾ യാത്ര ചെയ്ത സമയങ്ങളിൽ, ഭവനത്തിലായിരുന്ന സമയത്ത് ഓരോ പാട്ടുകളെക്കുറിച്ച് സാറിന്റെ ഉണ്ടായ അനുഭവങ്ങൾ കേട്ടതിന്റെ വെളിച്ചത്തിൽ സാറിന് എന്നോട് കാര്യം പറഞ്ഞു. ഞാൻ തിരിച്ച് സംസാരിച്ചപ്പോൾ ഈ പാട്ടുകൾക്ക് എഴുതാനുള്ള ഒരു വാഞ്ച രാജേഷിൽ ഉണ്ട് എന്ന് സാറ് പറഞ്ഞത് പ്രചോദനമായിട്ട് ഏറ്റെടുത്തു. ദൈവകൃപയാൽ 3 പാട്ട് ഇതിനോട് എഴുതാൻ സാധിച്ചു. ഒരു പാട്ട് മാത്രമേ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ എനിവേ, സാറിന്റെ പ്രാർത്ഥനയിൽ ഓർത്തതിന് വളരെ നന്ദി. തീർച്ചയായിട്ടും സാറിന്റെ ഈ മീറ്റിംഗിൽ എനിക്കിതൊന്നും പുതുമയല്ല, ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് പലതും ആവർത്തന വിരസത പോലെ തോന്നിയില്ലെങ്കിലും ഒന്നുകൂടെ കേൾപ്പാൻ സാധിച്ചു. കൂടുതൽ ദൈവം തമ്പുരാൻ സാറിനെ ഉപയോഗിക്കട്ടെ. 200-ൽ പരം പാട്ടുകൾ എന്നുള്ളതല്ല, അന്നിലെ ഞങ്ങളുടെ ആ പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ആദ്യമായിട്ടാണ് സാറിനെ അന്ന് പബ്ലിക്കിൽ ഒരു ഓണർ ചെയ്ത് ഞങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സാറിന്റെ വാക്കുകൾ കേൾപ്പാൻ സാധിച്ചു. ആരോഗ്യപരമായിട്ട് കാത്തുപരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ദൈവം ശക്തീകരിക്കട്ടെ. താങ്ക് യു രാജേഷ്. പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. അടുത്തത് റവറൻഡ് ഡോക്ടർ ജി ശാമുവൽ. ജി ശാമുവൽ അച്ഛനാണോ? ജി ശാമുവൽ അച്ഛനെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. സാറേ, സന്തോഷകരമായിരുന്നു. സാർ ഇതിൽ വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും കേൾക്കാനായിട്ട്. ഓർക്കുന്നുണ്ടോ? ആന്റി ഇവിടെ അടുത്തിരിപ്പുണ്ട്. ആണോ? ഒന്ന് മുഖം കാണാൻ പറ്റുമോ? കാണിക്കാം. 1980 CSSM, ഞാൻ CSSM ഉള്ള കാലത്ത് നമ്മൾ ഒരുമിച്ച്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്. അതെ. എനിക്ക് മുഖം കാണാൻ പറ്റുന്നില്ല. അമ്മാമ്മയുടെ മുഖം കാണാൻ പറ്റുന്നില്ല. കാണാം ഇപ്പോഴേ. ഹലോ. ഹായ് മാമ. ജി സാമുവലച്ചനാണ്. നമ്മൾ ഒരുമിച്ച് ഒരുപാട് സമയങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമിൽ, CSSM-ന്റെ പ്രോഗ്രാമിൽ, ശാന്തി നിലയം, ചരൽക്കുന്ന് ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സാറിന്റെ പാട്ടുകൾ അക്കാലം മുതൽ തന്നെ VBS-നും പാട്ടുകൾ സാർ തന്നിട്ടുണ്ട് കേട്ടോ. കൊച്ചു പാട്ടുകൾ. എന്നുള്ള പാട്ടൊക്കെ പലയിടത്തും പള്ളികൾ ഇപ്പോഴും പാടുന്നുണ്ട്. അതെ. Sir, do you remember all this time? We have very wonderful time then. Yes. വയസ്സ് 80 വയസ്സായി. അതിനനുസരിച്ച് എനിക്കും അങ്ങോട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. തൊട്ട് താഴെ തന്നെയുണ്ട് ഞാനും. വളരെ സന്തോഷം. US-ൽ എവിടെയാണ്?
ഫിലഡൽഫിയ. 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 ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ ഒരു CSI കോൺഫറൻസിൽ മീറ്റ് ചെയ്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യം. ഷിക്കാഗോയിൽ വെച്ച് നമ്മുടെ ബിഷപ്പ് KP കുരുവിളയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് KP കുരുവിള ഇല്ലല്ലേ, MB ജോസഫ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ സാറേ, ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. എല്ലാം നല്ലതായിരിക്കട്ടെ. നാട്ടിൽ വരുമ്പോൾ ഞാൻ കൊട്ടാരക്കരയുണ്ട് കേട്ടോ. എന്നെങ്കിലും നാട്ടിൽ വരത്തില്ലയോ? 2025 വരണമെന്നുണ്ട് ദൈവം അനുവദിച്ചാൽ. ഓക്കെ ഓക്കെ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സാറേ. താങ്ക് യു. സാറേ എനിക്ക് എന്നെ ഒന്ന് റിലീവ് ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല. പക്ഷേ ഇല്ലില്ല, ഇനിയിപ്പോ നമ്മൾ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് റോയി ഫിലിപ്പ്, അദ്ദേഹവും ഇതിന്റെ ഒരു അഡ്മിന്മാരിൽ ഒരാളാണ്. അദ്ദേഹം വോട്ട് ഓഫ് താങ്ക്സ്. ബഹുമാനപ്പെട്ട AVT സാറ്, കൊച്ചി തലക്കൽ സാറ്, ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള എല്ലാവരുമേ, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം എൻ്റെ 2 പ്രൊഫസർമാരാണ് ഇന്ന് മോഡറേറ്ററായിട്ടും ഇന്ന് ഈ സെമിനാറിന് വിഷയം അവതരിപ്പിച്ചും നമ്മെ സഹായിച്ചത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം ഇന്ന് ഫീൽ ചെയ്യുന്നു. സാറിനെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. BA മലയാളം സാഹിത്യം ഞാൻ പഠിച്ചതാണ്. സാറ് പഠിപ്പിച്ച പിങ്കള എന്ന് പറയുന്ന ഉള്ളൂരിന്റെ ഖണ്ഡകാവ്യം ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. സാറ് സംഗീതാത്മകമായിട്ട് അവതരിപ്പിച്ചതുമൊക്കെ. വാസരനാഥന് വാസന്തം വായിക്കവേ വാസന്തമാമൊരു സായാഹ്നത്തിൽ വാസര ദിഗ്വധു രാഗേന്ദു ദൂർത്തന് വാസര സജ്ജികയായി വസിപ്പു രാഗേന്ദു മണ്ഡലം ഒന്നല്ല രണ്ടല്ല ഏവം പ്രതിച്ഛന്തമേവതിങ്കൽ താഴോട്ട് പോകുന്നതും തമ്പിളി കൈവിട്ട കേഴമാൻ കുഞ്ഞിനെ തേടുകയോ എന്നൊക്കെ പഠിപ്പിച്ച ആ പാഠങ്ങൾ ഇന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തുകയാണ്. സാറിന്റെ ഇന്നത്തെ ഈ പ്രഭാഷണം കേട്ടപ്പോ സത്യത്തിൽ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി ഒരു നിമിഷം ഞാൻ മാറിപ്പോയി. അങ്ങനെ ഒരു ഗതകാല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. സാറ് അന്ന് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കാലം കൊതിച്ചൊരു പൊൻതാരമേ എന്നുള്ള പാട്ടൊക്കെ പാടി കാസറ്റിലാക്കി തന്നതുമൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഓർക്കുന്നുണ്ട്, കാലം കൊതിച്ചൊരു പൊൻതാരമേ, കാലം കൊതിച്ചൊരു രാജതാരമേ, കാലിത്തൊഴുത്തിലെ കൈവല്യം ചാർത്തിയ, അങ്ങനൊരു പാട്ട് സാർ എഴുതിയത് എന്റെ മനസ്സിൽ ഓർമ്മയിലെത്തുന്നു. അപ്പൊ അന്ന് സാറിന്റെ ക്ലാസ്സുകളൊക്കെ തന്നെ ഇതുപോലെ തന്നെ വളരെ സംഗീതാത്മകവും അതുപോലെ തന്നെ ഞങ്ങളിലൊക്കെ സാഹിത്യത്തിന്റെ വലിയ സ്വാധീനം ചെലുത്തുവാനും സാറിന്റെ ക്ലാസ്സുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഞങ്ങളുടെ ജീവിതത്തിന് പ്രചോദനമായി സാറിന്റെ ക്ലാസ്സുകളും ഒക്കെ മാറുന്നു എന്ന് ഓർക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. സാറിനെ ഇന്ന് കാണുവാനും ഇന്ന് ഈ സെമിനാർ കേൾക്കുവാനും ഈ അനുഭവ സാക്ഷ്യം ഇട്ടി സാറ് സൂചിപ്പിച്ചതുപോലെ അനുഭവ സാക്ഷ്യത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ ഗാനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന ഒരു ഏറ്റവും വലിയ സന്ദേശം സാറ് ഇന്ന് നൽകുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു പരിപോഷണമായി തന്നെ മാറും എന്ന കാര്യത്തിൽ, ആത്മീയ അന്വേഷണത്തിന് ഒരു പരിപോഷണമായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ബഹുമാനപ്പെട്ട കോശി തലക്കൽ സാറിനോട് ലൈറ്റ് ടു ലൈറ്റിന്റെ പേരിലുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സെമിനാറിന് മോഡറേറ്ററായി സേവനമനുഷ്ഠിച്ച ഇട്ടി സാറാണ്. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകനാണ്. പിന്നെ സഭയുടെ വിവിധ മേഖലകളിൽ ഇട്ടി സാറിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചിന്താമണ്ഡലത്തെയും ദൈവശാസ്ത്ര ദർശനങ്ങളെയും ഒക്കെ രൂപീകരിക്കുന്നതിൽ ഇട്ടി സാറും മാമൻ വർക്കി സാറും ഒക്കെ ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അങ്ങനെ ഇട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം, ഞാൻ ബിഷമൂറിൽ വന്ന അന്ന് മുതൽ ഇട്ടി സാറ് നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അധ്യാപകനാണ്. അന്ന് സ്റ്റുഡൻസ് കോൺഫറൻസ് നടത്തിയതും മാവേലിക്കരയിൽ സ്റ്റുഡൻസ് കോൺഫറൻസ് നടത്തിയതും ഒക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള്, പഠന ക്ലാസ്സുകള് ഒക്കെ തന്നെ വളരെ പ്രചോദനമായിരുന്നു. ബഹുമാനപ്പെട്ട ഇട്ടി സാറിനോട് ഇന്നും വളരെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നത് സന്തോഷകരമാണ്. ബഹുമാനപ്പെട്ട ഇട്ടി സാർ ഇന്ന് മോഡറേറ്ററായിട്ട്
വളരെ സജീവമായി പങ്കെടുത്ത് നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട ഇട്ടി സാറിനോട് ഉള്ളതായ ലൈറ്റ് ടു ലൈറ്റിനുള്ളതായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഗാനങ്ങൾ പാടിയ മിസ്റ്റർ അലക്സ് ലാലി അലക്സ്, മിസസ് ലാലി അലക്സ് കുടുംബ അംഗങ്ങളോടുള്ളതായ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ സെമിനാറുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഇതിന്റെ അഡ്മിനായിട്ടുള്ള വിൽസൺ കരിമന്നൂർ സാറ്, അതുപോലെ തന്നെ ബെന്നി സാറ്, ഇന്ന് ഈ ചർച്ചകളിൽ പങ്കെടുത്ത ഏറ്റവും ബഹുമാനരായിട്ടുള്ള മുഴുവൻ ആളുകൾ, വൈദികർ, അതുപോലെ തന്നെ എല്ലാവരോടും ഉള്ളതായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏവർക്കും ഒരു അമേരിക്കയിലുള്ളവർക്ക് സുപ്രഭാതവും ഇന്ത്യയിലുള്ളവർക്ക് ശുഭരാത്രിയും ഞാൻ നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് പ്രാർത്ഥനയും ആശീർവാദവും അത് നയിക്കുന്നതിന് വേണ്ടി റവറൻഡ് പി മാത്യു അച്ഛനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കോശി തലക്കൽ സാർ എൻ്റെ അധ്യാപകനാണ്. ഞാൻ 69 മുതൽ 74 വരെ പ്രീ ഡിഗ്രി 3rd ഗ്രൂപ്പിലും എക്കണോമിക്സിലുമായിട്ട് പഠിച്ചതാണ്. ഞാൻ പിന്നെ പഠനകാരനായതിനു ശേഷം ഒരു പ്രാവശ്യം സാറിനെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ബ്രദറിനെ സാർ കൂടുതലായിട്ട് അറിയായിരിക്കും. എൻ്റെ കയ്യിൽ കുട്ടായി എന്നിട്ട് പ്രാർത്ഥിക്കാം. സാറിന് പെട്ടെന്ന് പോകണമല്ലോ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. സ്വർഗീയപിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന് കൂടി വന്ന ക്രിസ്തീയ ഗാന ശുശ്രൂഷയിലൂടെ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് എത്രമാത്രം അനുഭവിക്കാൻ കരുതുന്നുള്ള ഓർക്കുവാൻ അവിടുന്ന് ഇടയാത്രം കേൾക്കാൻ ഞങ്ങളുടെ നൽകിയ ജീവൻ ആഴത്തിൽ വേരൂന്നി വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. ശുശ്രൂഷകളോടൊന്നും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നടക്കാനിരിക്കുന്ന ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റില് ദൈവകൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ നിന്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇട്ടി സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റ് എല്ലാ പ്രവർത്തകർക്കായും പ്രാർത്ഥിക്കുന്നു. പുത്രനും പരിശുദ്ധനുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും സാന്നിധ്യവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.